ഞാൻ ഈ വാക്യം വായിച്ചു കഴിഞ്ഞ് ആളുകൾ സ്തോത്രം പറയുന്നത് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. നിൻ്റെ പേരെന്ത്? എൻ്റെ പേര് ലഗിയോ. അപ്പോൾ ആരെങ്കിലും ഹല്ലേലൂയ അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു 33.5 വർഷം ജീവിച്ചു. 35-ലേറെ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു. 6 സ്ഥലങ്ങളിൽ, വീട്ടിലും ശവക്കോട്ടയിലും ആദ്യം ആരംഭം, പള്ളിയിലും വഴിയിലും ആത്മീക രംഗം, കടലിലും കരയിലും ഉപജീവനമാർഗം. 6 സ്ഥലങ്ങളിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തിട്ട് വളരെ മാന്യരായ, അന്തസ്സുള്ള, അവതരിപ്പിക്കാൻ കൊള്ളാകുന്ന, നമ്മുടെ സ്വഭാവമൊക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടായിട്ട് ഈ ഭൂതഗ്രസ്തനെയാണോ പാസ്റ്റർക്ക് ഇന്ന് പ്രസംഗിക്കാൻ കിട്ടിയത്? ഞങ്ങളുമായിട്ട് അദ്ദേഹത്തിന് എന്ത് ബന്ധം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതുകൊണ്ടാണ് ഈ വാക്യം വായിച്ചിട്ട് ആരും സ്തോത്രം പറയാത്തത്. ഈ വാക്യത്തിൽ കാണുന്ന ഈ കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അധ്യായം മർക്കോസ് 5. കാരണം 3 ചോദ്യങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. 9, 30, 39 ചോദ്യങ്ങളിൽ യഥാക്രമം: നിൻ്റെ പേരെന്ത്? നിൻ്റെ വസ്ത്രം തൊട്ടതാര്? നിങ്ങളുടെ ഈ ആരവാരവും കരച്ചിലും എന്തിന്? ചിലപ്പോഴൊക്കെ 3 ദിവസം, ഈ തിരുവനന്തപുരം ഭാഗത്തൊക്കെ 3 ദിവസം ഒരാൾ വെക്കും. അപ്പോൾ 3 ദിവസം അടുപ്പിച്ച് പ്രസംഗിക്കാൻ പറ്റും. അപ്പോൾ 4 സുവിശേഷങ്ങളിൽ ഹ്രസ്വമാണ് മർക്കോസിൻ്റെ സുവിശേഷം, പക്ഷെ സജീവമാണ്, ദൃഢത പുലർത്തുന്ന ഒന്നാണ്. ആഴമേറിയ ഒട്ടേറെ കാര്യങ്ങൾ എല്ലാ സുവിശേഷങ്ങളിലും ഉള്ളതുപോലെ ഈ സുവിശേഷത്തിലും ഉണ്ട്. എനിക്ക് തോന്നുന്നു കുരുടനോടാണ് യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ നേരം സംസാരിക്കുന്ന ഭാഗം, വാക്യങ്ങൾ ഉള്ളത്. പിന്നീട് വരുന്നത് ശമരിയ സ്ത്രീയോടാണ്. കഴിഞ്ഞ വർഷം ഞാൻ അതാണ് ഇവിടെ അവതരിപ്പിച്ചത്, അല്ലേ? പാപത്തെ വെറുക്കുന്ന, പാപിയെ സ്നേഹിക്കുന്ന ക്രിസ്തു. 46 വാക്യങ്ങളുണ്ടെങ്കിലും 26 വാക്യങ്ങൾ കൃത്യമായി യേശുവും ശമരിയ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമാണ്. 3-ാം സ്ഥാനം അലങ്കരിക്കുവാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമാണ് ഭൂതഗ്രസ്തൻ. 20 വാക്യങ്ങൾ. ആ സംഭവം ഇതാണ്: അടിയന്തരമായി യേശുക്രിസ്തു ഗദരദേശത്തേക്ക് ചെല്ലുന്നു. കാലുകുത്തിയ ഉടനെ അവൻ കമിഴ്ന്നു വീഴുന്നു. അയച്ചു കളയാതിരിപ്പാൻ അപേക്ഷിച്ചെങ്കിലും പന്നിക്കൂട്ടത്തിലേക്കുന്നു. അത് മൂക്കും കുത്തി കടലിൽ ചാടിച്ചാകുന്നു. അവൻ സൗഖ്യമാകുന്നു. പക്ഷെ നാട്ടുകാർക്ക് സൗഖ്യമാക്കുന്ന യേശുവിനെ ആ നാട്ടിൽ വേണ്ട എന്ന് പറയും. യേശു തിരിച്ചു പോകുന്നു. എന്നാൽ അവനൊരു അപ്പോയിൻമെൻ്റ് കൊടുക്കുന്നു. അവൻ ദെക്കപ്പൊലിയിൽ ഈ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി മാറുന്നു. ഇതാണ് 20 വാക്യത്തിൽ കാണുന്ന സംഭവത്തിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നു. ഞാൻ ആദ്യം തന്നെ ഈ പ്രസംഗവുമായിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് അകലെയായിരിക്കും എന്നുള്ളത് കൊണ്ട്, ഭൂതഗ്രസ്തനായ, ഭ്രാന്തനായ മനുഷ്യനും നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടോ? ഉണ്ടാകണമല്ലോ, അല്ലെങ്കിൽ ഈ പ്രസംഗം ഏൽക്കുകയില്ല. നിങ്ങളിങ്ങനെ 9:30 വരെ ചുമ്മാ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മളും ഭ്രാന്തനും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ടോ? ഭ്രാന്തുണ്ടെന്ന് ആരെങ്കിലും സമ്മതിക്കൂ? ആരും സമ്മതിക്കില്ല. ഒന്നാമത്തെ ഒരു കാര്യത്തിലേക്ക് വരാം. ഈ മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ, അഭിപ്രായം തെറ്റാൻ വഴിയില്ല, ഭൂമിയിൽ മനുഷ്യരായിട്ട് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും 10% അൺനോർമൽ അവസ്ഥ ഉണ്ടെന്നാണ് പറയുന്നത്. അൺനോർമൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വിഷയമാണ്. ചെറിയൊരു കുഴപ്പമുണ്ടെന്നാണ് ഈ പറയുന്നത്. എല്ലാ ആളുകൾക്കും എത്ര ശതമാനമുണ്ട്? 10%. 10% കുഴപ്പമുള്ളവരെ നമ്മൾ ഒരു ഭ്രാന്തനെന്നോ വട്ടനെന്നോ വിളിക്കത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ അങ്കമാലിയിലൊക്കെ ചെറിയ കുഴപ്പമുള്ളവരെ കാണുമ്പം ആളുകൾ പറയാറുണ്ട്, 10 കുറവാണ് ആ പുള്ളിക്കെന്ന് തോന്നുന്നു എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ 1 പിരി വെട്ടി എന്നൊക്കെ പറയാറുണ്ട്.
ചിലരെ കാണുമ്പോൾ പറയും 10 ഉള്ളെന്നാ തോന്നുന്നേ എന്ന് പറയാറുണ്ട്. ഇനി ഒരു പിരിയും കൂടെ ഇളകാനുള്ളൂ എന്ന് പറയാറുണ്ട്. വികാരം, വിവേകം എന്ന 2 കാര്യം ഒരു മനുഷ്യനിൽ ഒരുമിച്ചുണ്ട്. പക്ഷെ ഒരുമിച്ച് വർക്ക് ചെയ്യില്ല. ആദ്യം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് വികാരമാകാനാണ് സാധ്യത, വിവേകമല്ല. വികാരം പൊന്തി വന്ന് അത് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് തകർത്ത് തരിപ്പണമാക്കി കഴിയുമ്പോഴാണ് ആര് വരുന്നത്? വിവേകം പൊങ്ങി വന്നത്. അപ്പോഴേക്കും പോകാനുള്ളതെല്ലാം പോയിരിക്കും. ഉദാഹരണം, എൻ്റെ അപ്പൻ ഭയങ്കര കള്ളുകുടിയനായിരുന്നു. അപ്പനെക്കുറിച്ച് ഞാൻ വളരെ അഭിമാനത്തോടെയാണ് പ്രസംഗിക്കുന്നത്. കാരണം കള്ളുകുടിയനായതുകൊണ്ടല്ല, ഒടുവിൽ രക്ഷിക്കപ്പെട്ടു, സുവിശേഷകനായി 120 പേരുള്ള ഒരു സഭ സ്ഥാപിച്ചതിന് ശേഷമാണ് അദ്ദേഹം നിത്യതയിലേക്ക് പോയത്. അതും വെറും 3 കൊല്ലം കൊണ്ട്. ഞാൻ ഇത്രയും വർഷം അധ്വാനിച്ചിട്ട് അത്രയും പേരുള്ള സഭയുടെ പാസ്സായിരിക്കാൻ പറ്റിയിട്ടില്ല. കുറഞ്ഞ കാലം കൊണ്ട് സ്തുത്യർഹമായ സേവനം ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിതഗന്ധിയായ സംഭവങ്ങൾ ഈ പ്രസംഗത്തിലുണ്ട്, പിന്നാലെ വരും. അപ്പം എൻ്റെ അപ്പൻ ഭയങ്കര കള്ളുകുടിയനായിരുന്നു. ഒത്തിരി കാര്യങ്ങളുണ്ട്. നല്ല പാട്ടുകാരനായിരുന്നു, കഥാപ്രസംഗകനായിരുന്നു. മന്ത്രവും മാജിക്കും കൂടോത്രവും കടമറ്റത്ത് സേവയും ഭാരത സർക്കസിൽ കൊണ്ടുവളയ്ക്കുന്നയാളും നാട്ടിലെ ഒരാശാനും കണ്ണുകെട്ടി തമരടിക്കുന്നയാളും 2 കളരിയിട്ട് പിടിപ്പിച്ചിരുന്നയാളും 2 ചെറുനാരങ്ങ മീശയുടെ 2 അറ്റത്തും കയറ്റി വയ്ക്കുമായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മീശയുടെ വലിപ്പം എന്തായിരിക്കും? അങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. അദ്ദേഹം നന്നായിട്ടൊക്കെ പാടുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥാവേദിയിൽ ഞാൻ കഥാപ്രസംഗം പറഞ്ഞു നടക്കുന്ന ഒരാളായിരുന്നു ചെറുപ്പത്തിൽ, രഞ്ജിനി കലാവി. അപ്പോൾ രാവിലെ അദ്ദേഹം വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞങ്ങൾ പണ്ടത്തെ ഉപദേശമാർ പറയുന്ന പോലെ യേശു എന്നടിസ്ഥാനം എന്നൊരു പാട്ടൊക്കെ പാടിയാണ് പോകുന്നത്, പണിക്ക് പോകുന്നത്. ശ്രുതിയുണ്ട്, താളമുണ്ട്, ലയമുണ്ട്, രാഗമുണ്ട്, അടുത്ത് മകളിൽ നിന്ന് കേൾക്കാൻ കൊള്ളാം. കർണപുടങ്ങളിൽ വന്നടിക്കുന്ന ശ്രവണമാധുര്യമുള്ള സുന്ദരമായ ഗീതം. വൈകിട്ട് വരുമ്പോഴും ആ പാട്ട് തന്നെയാണ് പാടുന്നത്. പക്ഷേ ഇലക്ട്രോണിക്സ് ഭാഷയിൽ ഒരു സ്പേസ് ഉണ്ട്, വിടവ്. എന്താ വിടവ്? യേശുവിന് എന്നാടീ സ്ഥാനം എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നത്. രണ്ടും ഒരുപോലെ. യേശു എന്നാടീ സ്ഥാനം എന്ന് പറയുന്നതും യേശുവിന് എന്നാടീ സ്ഥാനം എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം രണ്ടും രണ്ടാണ് കേട്ടോ. അപ്പം ശ്രുതിയില്ല, താളമില്ല, ലയമില്ല, രാഗമില്ല, അടുത്തും അകലെയും വന്ന് കേൾക്കാനും കൊള്ളത്തില്ല. കാക്കുപ്പിച്ചാരായമാണെന്ന്. രണ്ട് കാക്കുപ്പിച്ചാരായം എൻ്റെ അപ്പൻ്റെ ബാറ്റയുണ്ട്. റൗഡി ആയതുകൊണ്ട്, നാട്ടിലൊരു ഗുണ്ടയായതുകൊണ്ട്, ക്രിമിനൽ പശ്ചാത്തലമുള്ള ഏകദേശം 50-ൽ പരം കേസുകളാണെന്നാണ് എൻ്റെ ഓർമ്മ. കുറുപ്പമ്പടിയിലുള്ള SI വരെ ഒരാൾ തല്ലിയിട്ടുണ്ടെന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ ചങ്കൂറ്റം എന്താണെന്ന് ചിന്തിച്ച് നോക്കി. അതുകൊണ്ടാണ് വീട്ടിൽ കയറാൻ നടന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ 2 കാലടിച്ച് 4 കാലയിൽ വന്ന് 1 കാലയിലുമല്ലാതെ കുത്തിയിരിക്കുന്ന അപ്പനെയൊക്കെയാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളത്. എൻ്റെ അപ്പൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ വീട്ടിൽ വന്ന് അടിയുണ്ടാക്കുമ്പം എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കള്ളുകുടിയന്മാർ 2 സമയത്ത് നല്ല ആളുകളാണ്. 1 ഉറങ്ങുമ്പോൾ, 2 നേരം വെളുക്കുമ്പോൾ. സത്യമാണ്. അവരേത് കവലയിലും കിടന്നുറങ്ങും അല്ലേ? ഈ കവലയിലൊക്കെ കിടന്നവർ ഉറങ്ങും, ഒരു കുഴപ്പമില്ല. എത്ര മര്യാദക്കാരാണ്. നമ്മൾ കള്ളു മേടിക്കാൻ നിൽക്കുന്നവരെ കണ്ടാൽ തന്നെ മര്യാദക്കാരല്ലേ? ബിവറേജ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ഏത് സിറ്റിയിലും വരിയായിട്ട് നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? എന്തു മര്യാദക്കാരാണ് അവർ. നമ്മളെയൊക്കെ കാണുമ്പോൾ എങ്ങനെ പ്ലാസ്റ്റിക് ഉരുകുന്ന പോലെ ചെളുങ്ങി ഇങ്ങനെ നാണം വിട്ട് ഇങ്ങനെ മാറിയൊക്കെ നിൽക്കും. ആ ശാന്തത കണ്ടപ്പോൾ ഒരാൾ ഒരു അടിക്കുറിപ്പ് എഴുതി, കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത. സത്യം. ഇത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ കാര്യങ്ങൾ. നേരം വെളുത്തും അവർ വളരെ ശാന്തരാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ, മെസ്സി ഒന്നും എനിക്ക് ഹീറോ ആകാത്തതിൻ്റെ ഒരു കാരണം കാറ്റ് നിറച്ച പന്താണ് അവർ കാലുകൊണ്ട് തട്ടുന്നത്. പക്ഷേ 60 കിലോ ഉള്ള എൻ്റെ അമ്മയെ അരപ്രേഷൻ്റെ മുകളിൽ കൂടെ തൊഴിച്ചു വിട്ട് പറന്നു പോകുന്നത് എത്രയോ വട്ടം ഞങ്ങൾ കണ്ടിരിക്കുന്നു. ഭയങ്കര പ്രശ്നമാണ് രാത്രി സമയത്ത്. നേരം വെളുത്തൊരു കുഴപ്പമില്ല.
അപ്പം അപ്പം തന്നെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു ഒരു കാര്യമുണ്ട്. ഇതാ കള്ളൂടിയന്മാരെ കുറിച്ചാണോ എന്നറിയില്ല, ഒരു വാക്യമുണ്ട്. ഞാൻ പറഞ്ഞു എന്തുവാ? സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. പുള്ളി അതല്ല അതിലപ്പുറം പറയുന്നത് എനിക്കറിയാം. കാരണം ബീഡി വലിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞ അവൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി, അതുകൊണ്ട് വലിക്കാമെന്ന് എന്നോട് പറഞ്ഞ ആളാണ്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എനിക്കറിയാം. അപ്പോൾ നേരം വെളുത്ത് കിഴക്ക് ഉദിച്ചു വരുന്ന സൂര്യൻ്റെ പൊൻകിരണങ്ങൾ ഭൂമിയെ തഴുകി സുന്ദരമായ വെളിച്ചത്തിൻ്റെ മിന്നായം വെട്ടത്തിൽ എൻ്റെ അമ്മ പൊട്ടിയ ചട്ടിക്കകത്ത് ചായയുമായിട്ട് ചെല്ലുമ്പം അപ്പൻ ചോദിക്കുന്നൊരു ചോദ്യം, പൊട്ടാത്തതൊന്നും ഇല്ലയോടി? എല്ലാം പൊട്ടിച്ചില്ലേ എന്നില്ല. അത്രയും സാരമില്ല, എല്ലാം ഉച്ച കഴിഞ്ഞ് വാങ്ങിക്കൊണ്ടുവരാം. ഈ കള്ളുടിയന്മാരൊക്കെ ഉച്ച കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന പുതിയ ചട്ടികലൊക്കെ ആയിട്ടാണ് പോകുന്നത്. അത് അന്ന് തന്നെ പൊട്ടിക്കും, എല്ലാവർക്കും അറിയാം. അപ്പം അമ്മ ഇത്രയും മര്യാദയോടുകൂടെ ഇങ്ങനെ അപ്പൻ പറയുമ്പം അമ്മ അല്പനേരത്തേക്ക് ഒരു ജാൻസർ റാണിയെപ്പോലെ നിൽക്കും. എന്നിട്ട് അമ്മയുടെ വക ഒരു ചോദ്യമുണ്ട്. ഓ, എന്തു മര്യാദക്കാരനാണിപ്പം, ഇന്നലെ നിങ്ങൾക്ക് എന്നാ ഭ്രാന്തായിരുന്നോ എന്ന് ചോദിക്കും. അവിടേക്കാണ് ഞാൻ വന്നത്. സത്യമാണത്. എല്ലാ ആളുകളുടെ കയ്യിലും വികാരമുണ്ട്. ഈ വികാരം ഇങ്ങനെ ചിലപ്പോഴൊക്കെ പുറത്തിയാടും. എന്ത് വികാരവും ഒത്തിരി കുറഞ്ഞാലും പ്രശ്നമാണ്, ഒത്തിരി കൂടിയാലും പ്രശ്നമാണ്, ഭ്രാന്താവും. കോപം മുഴുത്താൽ എന്താകും? ഭ്രാന്താകും. ചിരി നോക്കൊരു വികാരമാണ്. ഞാനിവിടെ എന്തു പറഞ്ഞിട്ടും ചിരിക്കാത്ത ഒരാളോട് ഇരിപ്പുണ്ടെങ്കിൽ ഒരു സെൽഫി എടുത്തോളൂ. വീട്ടിൽ കൊണ്ടുവന്ന പട്ടിയുടെയും പൂച്ചയുടെയും മുഖം തമ്മിൽ ചേർത്ത് വെച്ച് നോക്കും, രണ്ടും ഒരുപോലെ ഇരിക്കും. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ നാളെ എന്നോട് പറഞ്ഞാൽ മതി. ചിരിക്കാത്ത ഒരാളുടെ മുഖം മൃഗത്തിൻ്റെ സമാനമാണെന്നാണ് ആളുകൾ പറയുന്നത്. സംശയം തീർക്കാൻ അവരോരെടുക്കാലോ, കൊണ്ടുവരും, നോക്കാലോ. എല്ലാവരും നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു ചെറിയ കുഴപ്പം അങ്ങേർക്കുണ്ടെന്നാണ് ഈ പറഞ്ഞത്. ഒന്നെങ്കിൽ ഫലിതം പറയാൻ അറിയില്ലായിരിക്കും, ഇല്ലെങ്കിൽ അത് ആസ്വദിക്കാനുള്ള കഴിവ്. പക്ഷെ അത് സമ്മതിക്കുകയില്ല, നമ്മളെവിടെ കുറ്റം പറയും. 2, ഒരാൾ നിർത്താതെ ചിരിച്ചാലോ? അതിനൊക്കെ വലിയ കുഴപ്പമാണ്, അതിനൊക്കെ വലിയ പ്രശ്നമാണ്. ഞാൻ പറയുന്നത് ഈ ആത്മീയത പോലും അതിരുകൾ ലംഘിച്ചാൽ വേറെ വഴിക്കത് യാത്ര ചെയ്യും, പ്രശ്നമാവും. ആത്മീയനെ കുറിച്ച് വചനം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആത്മപൂർണൻ ആരാണ്? ഭ്രാന്തനാകുന്നു എന്ന്. അപ്പം നമ്മളെയൊക്കെ ഭ്രാന്തെന്ന് വിളിക്കാത്തതിൻ്റെ കാരണം നമ്മൾ ആത്മപൂർണരാകാത്തത് കൊണ്ട്. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ വിടുന്നു. നമുക്കെല്ലാം 10% എന്തുണ്ട്? അങ്ങനെയൊന്നും പറയണ്ട, ഭ്രാന്തുണ്ടെന്നും പറയണ്ട. 10% അൺനോർമൽ, അങ്ങനെ പറഞ്ഞാൽ മതി. നമുക്ക് തന്നെ ഒരു നാണക്കേടുണ്ടാക്കണ്ട. ഇനി ഈ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്ന ഭ്രാന്തൻ്റെ ലക്ഷണങ്ങൾ ഒന്ന് ചടപട ചെയ്ത് പോകാം. അപ്പോൾ നമുക്കതൊക്കെ ഉണ്ടോ എന്ന് നോക്കി വെച്ചാൽ മതി. ഉണ്ടെങ്കിൽ ഇവൻ ആരാണ്? നമ്മളാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത്രയും പിടി കിട്ടിയല്ലോ, മനസ്സിലാവും. ഇപ്പം തന്നെ അവൻ ഫസ്റ്റ് കസിനായിട്ട് മാറിയിട്ടുണ്ടാകുമല്ലോ, ഇല്ലേ? നമുക്കും 10% കുഴപ്പമുണ്ടെന്ന് പറയുമ്പോൾ കുഴപ്പമില്ലേ? ഉണ്ട്, ആരും സമ്മതിക്കലാരും പറഞ്ഞല്ലോ. രണ്ടാമത്തെ കാര്യം നോക്കിക്കോളൂ. ഇവനെ ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത് വർത്താനം പറയുന്ന ഒരാളാണ് ഇവൻ, ഭയങ്കര ശബ്ദത്തിൽ. ഇതൊക്കെ ഈ മർക്കോസിൻ്റെ സുവിശേഷം ലൂക്കോസും കൂടെ ചേർത്ത് പഠിക്കണം. ആരോടൊന്നില്ലാതെ എന്തെന്നില്ലാതെ ഇങ്ങനെ ചുമ്മാ വർത്തമാനം പറഞ്ഞിങ്ങനെ പോകുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? മൊബൈൽ കണക്ഷൻ്റെ ഒക്കെ എണ്ണം അറിയാമല്ലോ, ഇല്ലേ? പണ്ടൊക്കെ നമ്മൾ ഒരാളുടെ വഴി ചോദിച്ചാൽ കൃത്യം പറഞ്ഞു തരും. ഇപ്പം പിന്നെ മാപ്പൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഗ്ലാസ് താഴ്ത്തിയിട്ടിട്ട് എങ്ങോട്ടാ മോനെ ഇന്ന സ്ഥലത്തെ വഴി ചോദിച്ചാൽ ഒരെണ്ണം എടുത്തവൻ എന്ന കാലിൽ കെട്ടി പൊട്ടി ഒലിച്ച് മുടിയൊന്നും വെട്ടാതെ കുളിക്കാതെ നടക്കുന്ന, തുപ്പലൊലിപ്പിച്ച് നടക്കുന്ന ഒരാളെ നമ്മൾ കണ്ടിരുന്നു പണ്ടൊക്കെ. അപ്പോൾ അവിടെ ഒരു പ്രത്യേകതയാണ്, അവർക്ക് വസ്ത്രം കുറവായിരിക്കും. നമ്മൾ താഴെ വായിക്കുന്നുണ്ട് പിന്നീട്, ഇവന് സുബോധം വന്നപ്പോൾ ഇവൻ എന്തോ ധരിച്ചു? വസ്ത്രം ധരിച്ചെന്ന്. അപ്പോൾ 4-ാമത്തെ ഭ്രാന്തിൻ്റെ ലക്ഷണം എന്നാണെന്നറിയാമോ? വസ്ത്രത്തിന് നീളം കുറയും. അതാണ് വേറൊരു കാര്യം. അപ്പോൾ നമ്മളിപ്പോഴത്തെ പിള്ളേരൊക്കെ കാണുമ്പോൾ ഈ വസ്ത്രത്തിൻ്റെ നീളം കുറയും തോറും എന്ത് മനസ്സിലാക്കണം? എന്താ മനസ്സിലാക്കേണ്ടത്? എടുത്തു കഴിഞ്ഞ തുണിയുടെ അവസാനം വന്ന 20 സെൻറ്റിമീറ്റർ റിഡക്ഷൻ സെയിലിൽ സെയിൽസ് മാനേജറുടെ വിലപേശി മേടിച്ച തുണി കൊണ്ടടിച്ച പാൻറ്റും
ചുരിദാർ ഒന്നാണെന്നല്ല മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ലക്ഷണമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പം ഇവനും നമ്മളും തമ്മിൽ ഒരു ഭയങ്കര ബന്ധമുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പം തന്നെ നിങ്ങൾ കുറച്ച് റിലാക്സായി, കുറച്ച് പേരൊക്കെ ചിരിച്ചു. അതിനർത്ഥം ഞങ്ങൾക്ക് പുള്ളിയുമായിട്ട് ചെറിയ ഒരു ബന്ധമൊക്കെ ഉണ്ടെന്ന്, അല്ലെങ്കിൽ ചെറിയൊരു സ്വഭാവം നമുക്കുണ്ട്. പിന്നെ ബാക്കി നമുക്ക് ഈ തീരുമ്പോൾ ചിന്തിക്കാം. മുഖവരകൾ അത്രയും മതി. ഇനി ഞാനിവിടെ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവദാസന്മാർ പറഞ്ഞു, കർത്താവേ, ഈ ദേശത്തുള്ള പൈശാചിക ബന്ധനങ്ങളൊക്കെ അഴിച്ച് ദൈവമേ രാത്രി സുവിശേഷ യോഗം വിജയിപ്പിക്കണം. എനിക്ക് പിന്തുണ കിട്ടുന്നൊരു വാക്യമായിരുന്നു, പ്രാർത്ഥനാ വാചകമായിരുന്നു അത്. ശ്രദ്ധിച്ചോളൂ. ഇവൻ്റെ ദേഹത്ത് എത്ര ആയിരം ഭൂതമുണ്ടെന്നറിയാമോ? 6000. മാർജിനിൽ അങ്ങനെ വിടും. 6000 ഒരു ബറ്റാലിയൻ്റെ പേരാണ്. അവിടെ കുറച്ച് കാര്യങ്ങളൊന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. എന്തേ കുറച്ച് ഈ ഭൂതത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്? നമ്മൾ യേശുവിനെ കുറിച്ചല്ലേ പറയാൻ വന്നേ? അതെ. എന്നാലും പിശാചിനെ കുറിച്ചും ചില കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് പ്രയോജനം ചെയ്യുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. പണ്ടാരോ പറഞ്ഞ പോലെ പിശാചിനെയും ആരുണ്ടാക്കിയതാ? ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞ പോലെ ശരിയാണ്. ആ പുള്ളിക്കാരനെ നോക്കി ചില കാര്യങ്ങളൊക്കെ മാതൃകയാക്കാമോ എന്നൊക്കെ ചോദിച്ചാൽ പിശാചിനെ നോക്കി എന്തോ മാതൃക പിടിക്കാനാണ്. പക്ഷേ ചില നല്ല കാര്യങ്ങളുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റിയല്ല. ഒന്ന്, അവന് ഉറക്കമില്ല. നമുക്കോ? യോഗം തുടങ്ങി പോലും ഉറങ്ങുന്ന ആളുകളുണ്ട് ഇവിടെ കേട്ടോ. അപ്പം അവന് ഉറക്കമില്ല. നമുക്കോ? അല്ല, ഉറക്കം. സമാധാനമുള്ളിടത്തല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ, ഉറങ്ങട്ടെ. അവന് നാണമില്ല. നമുക്കോ? ഈ യോഗത്തിനൊക്കെ വരാൻ എന്നാ നാണക്കേട്. ഒരു വീട്ടിൽ ചെന്ന് സൂചന പറയുമ്പോൾ മേലാൽ ഈ വീട്ടിൽ കയറിപ്പോകരുതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവനെ വഴി വെച്ച് കണ്ടാൽ പോലും നോക്കുകയില്ല. അവരാ വീട്ടിൽ കയറത്തില്ല. നമുക്ക് നാണക്കേടാ. അവന് നാണമില്ല. അവന് നാണമില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ തുപ്പാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി. ഭോ പിശാചി എന്ന് പറഞ്ഞു. ഇതുവരെ തുപ്പിയ തുപ്പല 4.25 കിലോ. ഈ പുള്ളി ഇതുവരെ പുതുപ്പള്ളി വിട്ട് പോയിട്ടുമില്ല. തുപ്പലോട് തുപ്പല. അവൻ പോകത്തില്ല. അവന് നാണമില്ലെന്ന് യേശു പറഞ്ഞിട്ട് പോലും പുള്ളി താണ്ട് അവിടെ വരെ പോയിട്ട് പിന്നെയും വന്നു. പിന്നെയാണോ നമ്മൾ തുപ്പിയപ്പോൾ? കിടക്കട്ടെ. പിന്നെ ആ പുള്ളിയൊക്കെ ഉള്ളതാണ്. നമുക്കൊരു ചാർജ് ചെയ്യാനുള്ള ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ടെങ്കിലല്ലേ ഭരണപക്ഷത്തിന് ഭരിക്കാനൊക്കെ എന്ന് പറഞ്ഞ പോലെ ഈ പുള്ളി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ചില ആളുകൾ ജീവിക്കുന്നു പോലും. ആട്ടെ, അവന് പ്രാർത്ഥന അറിയാം. നമ്മൾ ഓരോന്ന് പഠിക്കണം കേട്ടോ. ഈ ഭൂതങ്ങൾ പ്രാർത്ഥിച്ചൊന്നും ഞാൻ വായിച്ചിട്ടില്ല, ഞാനെങ്ങും കണ്ടിട്ടില്ല. പ്രവചന പുസ്തകത്തിലൊക്കെ വായിക്കുന്നത് പാർസി രാജ്യത്തിൻ്റെ പ്രഭു എന്നോട് 21 ദിവസം എതിർത്തു. പ്രാർത്ഥനയെ തടയുന്നതാണ് അവൻ്റെ പണി. ഇവിടെ ഞാൻ വായിച്ചിട്ട് ഞെട്ടിപ്പോയി. യേശുവിനെ കണ്ടപ്പോൾ അവൻ 3 പ്രാവശ്യമാണ് അപേക്ഷിച്ചത്. അപേക്ഷയല്ലേ പ്രാർത്ഥന? 1, സമയത്തിനു മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിച്ചു. 2, ഞങ്ങളെ അയക്കുകയാണെങ്കിൽ എങ്ങോട്ട് അയക്കണം? പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ 2-3 പ്രാവശ്യമാണ് ഈ പുള്ളി പറയുന്നത് അപേക്ഷിച്ചു. അബദ്ധത്തിലാണെങ്കിൽ 1 പ്രാവശ്യം അപേക്ഷിച്ച പോലെ. വഴിനീളെ നമ്മൾ കാണുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചിന് പോലും പറയാം ഇതൊന്നും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമല്ലെന്ന്. പക്ഷേ കണ്ണിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട യേശുവിനെ കണ്ടപ്പോൾ ഇവൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്നറിയാവുന്നതുകൊണ്ട് ഒരപേക്ഷ സമർപ്പിച്ചു എന്നേ ഉള്ളൂ. സുഹൃത്തെ, താങ്കൾക്കറിയാമോ യേശു പ്രാർത്ഥന കേൾക്കുന്നവനാണെന്ന്? പോകട്ടെ, അടുത്ത അഭിസംബോധന ശ്രദ്ധിക്കും. യേശു വിദേശീയ ദൈവമാണെന്നും ദൈവമല്ലെന്നും മറിയുടെ മകനാണെന്നൊക്കെ പറഞ്ഞ് ആളുകൾ ആവേശത്തോടെ പറയുമ്പോൾ ഈ ഭൂതഗ്രസ്തൻ യേശുവിനെ കണ്ടപ്പം വിളിച്ച പേരറിയാമോ? മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. നാട്ടുകാരെ, നിങ്ങൾക്കറിയാമോ യേശു മാത്രമാണ് ദൈവത്തിൻ്റെ പുത്രനെന്ന്? ഇല്ലെങ്കിൽ കണ്ടുപഠിക്കുക ഇവനെ. ഇവനറിയാം യേശു മാത്രമാണ് മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനെന്ന്. ഇനി നമ്മൾ പെന്തക്കോസുകാരടക്കം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യത്തിലേക്ക് വരാം. യൂണിറ്റി
ഐക്യത. എന്നാ ഐക്യതയാണെന്നറിയാമോ അവന്? നിങ്ങൾ ചിന്തിച്ചോ, 6000 ഭൂതം. 6000 പേരുള്ള സഭയുണ്ടോ നമ്മുടെ നാട്ടിൽ? പുതുപ്പള്ളിയിലെങ്ങാനും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഉണ്ട്. ഞാനങ്ങും അധികം പോയിട്ടില്ല. പക്ഷേ 6000 പേരുള്ള സഭകൾ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് അതില്ല. പക്ഷേ ഇവൻ്റെ അകത്ത് എത്ര പേരുണ്ട്? 6000. എന്ത് യൂണിറ്റിയാ നോക്കിക്കേ. നമ്മുടെ സഭയിൽ 10 പേരുണ്ടെങ്കിൽ അതിൽ 4 പേര്, ഒരാൾ പ്രസിഡൻ്റ് ആയിരിക്കും, ഒരാൾ സെക്രട്ടറി ആയിരിക്കും, ഒരാൾ ട്രസ്റ്റി ആയിരിക്കും, പിന്നെ ഒരാൾ ബാക്കി 7 പേരും കൂടയ്ക്കകത്ത് ചെന്ന് കയറിയാൽ ഏതെങ്കിലും അമ്മച്ചി കത്തി കൊണ്ട് നമ്മുടെ ചെതുമ്പലൊക്കെ കളഞ്ഞ് ഉപ്പും മുളകും തേക്കും. തേച്ചാൽ വറചട്ടിയിൽ കിടന്ന് ഉരുണ്ടാൽ ആരെങ്കിലും വായിപ്പോവും. അതിനാണോ ഇത്ര ആവേശത്തോടെ വലയ്ക്കകത്തോട്ട് കയറാൻ പോകുന്നത്? ആന്നു യേശു പറഞ്ഞു, ചത്തോളാൽ നമ്മൾ ചാകുകയാണ്. ഇത് കേട്ട വാദി കേൾക്കാത്ത വാദി ഒരൊറ്റ മീനും തെന്നി മാറിയില്ല. തെളിവ് വേണോ? വള്ളം മുങ്ങാറായി. തെളിവ് വേണോ? വലക്കീറാറായി. ഇന്ന് രാത്രിയിൽ കല്ലുമല ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയാണ് യോഗം നടത്തുന്നത്. പ്രസംഗം ചീറ്റട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കാതെ, പാട്ടുകൾ തകരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ, മഴ പെയ്യട്ടെ പറഞ്ഞുകൊണ്ടിരിക്കാതെ, ഈ രാത്രിയിൽ ഗദർദേശത്തിൻ്റെ അവകാശം ദൈവത്തിനുള്ളതാണെങ്കിൽ ഈ ദേശത്തൊരു 10 കിലോമീറ്റർ സറൗണ്ടിൽ ഇതുവരെ അവകാശം പറഞ്ഞ പൈശാചിക ബന്ധനങ്ങളുടെ വേരറക്കണമെന്ന് വന്നുകൂടിയ ദൈവദാസന്മാരുടെ സഭയുടെ മേൽവിലാസം ഏതുമാകട്ടെ, ഈ രാത്രി ദേശത്തിന്റെ മേലൊരു അവകാശത്തിന്റെ കെട്ടഴിച്ചു വിടൽ ഇവിടെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ആത്മിക യൂണിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ലജ്ജ കൂടാതെ ഒന്ന് കരങ്ങൾ ചേർത്തടിച്ച് പറയട്ടെ, ഇന്ന് രാത്രിയിൽ ഒരു ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. ദേശാധിപതിയുടെ ബന്ധനം അഴിക്കുവാൻ യേശു ഗദരദേശത്തല്ല ഇവിടെ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാർ? അവൻ്റെ നെറ്റ്വർക്ക് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നെറ്റ്വർക്ക് എന്നാ നെറ്റ്വർക്ക്? ഒരു പിശാച് വന്ന് കയറിയപ്പം ഇഷ്ടംപോലെ സ്ഥലം. അവൻ പോയി എത്ര പേരെ കൊണ്ടുവന്നു പറ? ആരോട് ചോദിക്കാൻ? 7 പേരെ. 7 പേര് വന്നപ്പോൾ ഇഷ്ടംപോലെ സ്ഥലം. അവൻ പോയി എത്ര പേരെ കൊണ്ടുവന്നു? 7 വെള്ളിക്കൊടുത്തി വിട്ടപ്പം കലുങ്കറ്റടി പോയിരുന്നു. 7 49 കൊണ്ടുവന്നു. 49 പോയി 7 വെച്ച് കൊണ്ടുവന്നു. അങ്ങനെ 6000 മനസ്സിലായോ? ഇനിയൊരു ചോദ്യം, കൈപൊക്കണേ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ശേഷം ഞാൻ മുഖാന്തരം ഒരാത്മാവിനെങ്കിലും ആലയത്തിൽ കൊണ്ടുവന്നവരുണ്ടെങ്കിൽ കരമുയർത്തിട്ട് സ്വത്രം പറ. എന്താ ഒരച്ഛനും എൻ്റെ നോക്കി കണ്ട് 5-6 അപ്പച്ചന്മാർ എന്നെ പോലെ, ഞങ്ങളൊക്കെ CC അടച്ച് തീരായ 5-6 അപ്പച്ചന്മാർ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കെന്ത് മനസ്സിലായി? അപ്പം നിങ്ങളൊക്കെ ഈ കൈപോക്കാത്തവരെ കണ്ടു പഠിക്കണ്ടേ? ആരെ? പിന്നെ എത്ര നാണം, ഈഗോ. അവനെ കണ്ടുപഠിക്കണം. അവൻ ഒരു ഞായറാഴ്ച പോയാൽ അടുത്ത ഞായറാഴ്ച വരുമ്പോൾ 7 കൊണ്ടാണ് വരുന്നത്. നമ്മളോ ആ 7 മിക്കവാറും നമ്മുടെ കയ്യിൽ നിന്ന് പോയതായിരിക്കും. നമ്മൾ പാസ് നോക്കുക. അടുത്ത ആഴ്ചയിൽ എൻ്റെ പൊന്നച്ച പ്രസംഗം ഞാൻ മുന്നോട്ട് പോട്ടെ, നിങ്ങൾ 7 കൊണ്ടുവരണ്ട, ദൈവത്തെ ഓർത്ത് നിങ്ങളെങ്കിലും അടുത്ത ഞായറാഴ്ച അങ്ങ് വന്നേച്ചാൽ മതി, അത് പറഞ്ഞങ്ങ് വിടുക. നമുക്കിനി എൻ്റെ ഉള്ളിലേക്കൊന്ന് കിടക്കാം, പ്രസംഗത്തിൻ്റെ ഉള്ളിലോട്ടല്ലേ. യേശു അവിടെ ചെന്നതുകൊണ്ട് സംഭവിച്ച 4 മാറ്റങ്ങൾ എൻ്റെ പ്രമേയമാണ് അവതരിപ്പിക്കുന്നു. 1, യേശു വന്നതുകൊണ്ട് അവൻ്റെ നിലവിളി മാറി. 2, യേശു വന്നതുകൊണ്ട് അവൻ്റെ പേര് മാറി. 3, യേശു വന്നതുകൊണ്ട് അവൻ്റെ വീട് താമസം മാറി. ഫൈനൽ 4, യേശു വന്നതുകൊണ്ട് അവൻ്റെ നഗ്നത മാറി. കുറിക്കുന്നത് ഞാൻ കാണുന്നത് കൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു. 1, യേശു വന്നതുകൊണ്ട് എന്ത് മാറി? പറഞ്ഞേ, ദൂരം കൂടുതലാണ് എന്നാലും പറഞ്ഞേ, നിലവിളി മാറി. 2, യേശു വന്നതുകൊണ്ട് പേര് മാറി. 3, യേശു വന്നതുകൊണ്ട് വീട് മാറി. ഇപ്പം പിന്നെ അഡ്രസ്സ് മാറണം. 4 എന്ത് മാറി? നഗ്നതയും. 4 കൂടെ മാറിയപ്പോൾ അവൻ്റെ അഡ്രസ്സ് മാറി. ഇപ്പം പുതുപ്പള്ളി ബിയോ അല്ല വേറെ എന്തോ ബിയോ. ഈ പ്രസംഗത്തിന് ഞാനിട്ടിരിക്കുന്ന പേര് നിന്റെ അഡ്രസ് മാറ്റി
മാറ്റുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. എന്നാ പിന്നെ അങ്ങനെയുള്ളൊരു കൈവൊക്കിയത് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത് പറഞ്ഞപ്പോഴേ ചില കൈവൊക്കിച്ച് സ്വോത്രം പറഞ്ഞു. അർത്ഥം എന്താ നാട്ടുകാർക്ക് മനസ്സിലായോ? ഈ കൈവൊക്കിയ മുഴുവൻ ആളുകളുടെയും അഡ്രസ്സ് മാറ്റിയത് യേശുവാണ്. ഇന്ന് രാത്രിയിൽ ആ ഒരു അഭിമാനത്തോടെ കൈ പൊക്കാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി പ്രാർത്ഥിച്ച ആശീർവാദം പറയും മുൻപ് നിന്റെ മേൽവിലാസം മാറ്റാൻ, നിന്റെ മുൻ ചരിത്രം മാറ്റാൻ, ഗദരദേശത്തല്ല ഇന്ന് രാത്രി ഈ കൺവെൻഷനിൽ യേശു വന്നിട്ടുണ്ട്. നിന്റെ അഡ്രസ് അടിമുടി അവൻ മാറ്റുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ചേർത്തടിച്ചോ. ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ഒന്നാമത്തെ ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. യേശു വന്നതോടെ അവന്റെ നിലവിളി മാറി. ഞാൻ ആദ്യം ചിന്തിക്കുന്നത്, യേശു സന്ധ്യയായപ്പോഴാണ് അക്കരയ്ക്ക് പോകാമെന്ന് പറയുന്നത് കേട്ടോ. നമുക്കാദ്യം അക്കരെ എന്താണ് ഇക്കരെ എന്താണെന്ന് ഒരു കുറിപ്പ്, ഒരു ധ്യാനാത്മക പഠനം നടത്താം. ഒന്നാമത് സന്ധ്യയാകുമൊക്കെ വിളിച്ച ആരെങ്കിലും പോവും അക്കരയ്ക്ക്? ആര് പോവാൻ? സന്ധ്യയ്ക്കാണോ ഒരാളെ വിളിക്കുന്നത്? അതിനകത്തൊക്കെ ഒത്തിരി ദൂതുണ്ടെങ്കിലും തൊട്ടുവിടാം. യേശു ആളുകളെ എപ്പോഴും അക്കരയ്ക്ക് വിളിക്കുന്നത് ഏകദേശം സന്ധ്യാസമയത്താണ്. സന്ധ്യ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് രാത്രിയെ ഉദ്ദേശിച്ചല്ല, ജീവിതത്തിൻ്റെ സന്ധ്യ. അതാണ്. എൻ്റെ അപ്പൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. അപ്പോഴാണ് യേശുവിനെ കണ്ടെത്തിയത്. ഈ ഇരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും ഇപ്പോഴൊക്കെ വചനം കേട്ടാൽ മാനസാന്തരപ്പെടുന്നത്. പണ്ടൊക്കെ അങ്ങനല്ല. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ സന്ധ്യകളിലാണ് യേശുവിനെ കണ്ടെത്തുന്നത്. എന്തെങ്കിലും പ്രയാസങ്ങൾ, ആത്മഹത്യ ചെയ്യാനിരുന്നവർ, ചാകാനിരുന്നവർ, പല പല കാര്യങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്. അന്നേരം യേശു വിളിക്കുന്നേ. അപ്പോൾ വിളിച്ചാലേ വരത്തുള്ളൂ ചാതാ. പക്ഷേ ഈ സന്ധ്യയ്ക്ക് വിളിക്കുമ്പോഴും ഇറങ്ങി പുറപ്പെടാനുള്ള കാരണം എന്നാണെന്നറിയാമോ? വിളിച്ചവൻ ഇരുട്ടല്ല, അവൻ വെളിച്ചമാണ്. എന്താണ് അക്കരെ, എന്താണ് ഇക്കരെ? 4 കുറിപ്പുകൾ. 1, ഇക്കരെ തിന്നതിൻ്റെ ശേഷിപ്പുണ്ട്. അന്നാണ് യേശുക്രിസ്തു 5 അപ്പം എടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിച്ച് 5000 നൽകിയത്. അന്നാണ് എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തോട് ചേർത്ത് പിടിച്ചാൽ അറിയാം. തിന്നതിൻ്റെ ശേഷിപ്പ് ഇവിടെയുണ്ട്. ഈ തിന്നതിൻ്റെ ശേഷിപ്പ് കൊണ്ടാകും യേശുവിനോടുകൂടെ അക്കരയ്ക്ക് പോകാൻ വിളിച്ചാൽ ആരും വരുമോ? കുറച്ച് സമ്പത്തും സൗന്ദര്യവും ആരോഗ്യവും വലിയ സെറ്റപ്പും ഗെറ്റപ്പും ഒക്കെ ഉള്ളപ്പം സ്വർഗത്തിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് ആര് കേൾക്കാനാ, ആര് വരാനാ? സുവിശേഷ യോഗത്തിന് നാളെ ഞങ്ങൾ ഒരാളെ വിളിച്ചു വെച്ചാൽ ഒരു യോഗം. അപ്പോൾ പുള്ളി പറയുക, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന്. യോഗത്തിന് വരാൻ ഇപ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന്. പുള്ള വിചാരം പ്രശ്നങ്ങളുള്ളവരാ യോഗത്തിന് പോണേന്നാ. എന്നാ ചെയ്യാനാ? വിളിക്കണ്ട. ഞാൻ പറഞ്ഞു വിളിക്ക്. ദാ ഇങ്ങനെ നെഞ്ചിൽ കൈവച്ച് ദൈവമേ എന്ന് വിളിക്കാൻ അവസരം കിട്ടുമ്പം വിളിച്ചോളണം. ഇല്ലെങ്കിൽ ദാ ഈ തലയിലോട്ട് കൈവച്ച് ദൈവമേ എന്ന് വിളിക്കേണ്ടി വരും. രണ്ടും ഒരേ വിളിയാണ്. ദൈവമേ ദൈവമേ വിളിച്ചു നോക്കിക്കോ. രണ്ടും ഒരേ വിളിയാണ്. പക്ഷേ അർത്ഥവ്യത്യാസവും സാഹചര്യ വ്യത്യാസവും ഉണ്ട്. അപ്പോൾ ഇവിടെ തിന്നതിൻ്റെ ശേഷിപ്പുണ്ട്. 2, അമ്മയും അനുജന്മാരും സഹോദരന്മാരും വന്ന് യേശുവിനെ കാണാൻ വരുന്ന ഈ രംഗത്താണ്. അപ്പോൾ തറവാട്ടുകാരല്ല, കുടുംബ ബന്ധങ്ങൾ ഇക്കരയുണ്ട്. ഇക്കരെ കുടുംബ ബന്ധങ്ങളുണ്ട്. 3, അവിടെ പോയേച്ചും തിരിച്ചു വരുമ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നത് പള്ളിപ്രമാണിയായ യായിറോസാണ്. VIP-കൾ, തറവാട്ടുകാർ, കുടുംബക്കാർ ഇക്കരയുണ്ട്. 4, വേറെ വേദഭാഗങ്ങൾ കൂടെ പഠിക്കണം കേട്ടോ. ഒരു ഫെലോഷിപ്പ് ഉണ്ട് വൈകിട്ട്. എന്താ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ? വൈകുന്നേരം ഇരിക്കുമ്പോഴാണ് ഈ പകൽ ജനക്കൂട്ടത്തിൽ വെച്ച് യേശു പറഞ്ഞ പല പ്രസംഗങ്ങളും വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് രാത്രിയിലാണ്. വചനമുണ്ട്, അവൻ തനിയേ ഇരിക്കുമ്പോൾ സകലവും അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കും. ഉദാഹരണം, യേശുവിനെ സന്ധ്യയ്ക്കിരിക്കുമ്പം ശിഷ്യന്മാർ പറഞ്ഞു, എക്സ്ക്യൂസ് മീ, എന്താണ്? ആ വിത്തിൻ്റെ ഉപമ ഞങ്ങൾക്കൊന്ന് തെളിയിച്ചു തരാമോ? അപ്പോൾ പകല് നിങ്ങൾ എന്തോ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കേട്ടു. ഇപ്പം നിങ്ങൾ ഹല്ലേലൂയ പറയുന്നത് കേട്ടല്ലോ. അത് പറഞ്ഞു. നമ്മുടെ ആളുകൾ ഹല്ലേലൂയ അങ്ങനെയല്ലേ പറയുന്നത്.
നിങ്ങൾ എന്നെ കേട്ടോ ഹല്ലേലൂയ പറഞ്ഞു. അതിപ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങൾ യേശുവിൻ്റെ കൂടെ നിൽക്കുന്ന ഞങ്ങൾ ഹല്ലേലൂയ പറഞ്ഞില്ലെങ്കിൽ ആളുകൾ വിചാരിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല എന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? അങ്ങനെ ഹല്ലേലൂയ പറയുന്നവരൊക്കെ ഉണ്ട്. ചിലത് വഴിയരികിൽ വീണു, പ്രൈസ് ദി ലോർഡ്. ചിലത് മുള്ളിനിടയിൽ വീണു, ഗ്ലോറി. ചിലത് പാറസ്ഥലത്ത് വീണു, ഗ്ലോറിക്ക് മഹത്വം. ഇങ്ങനെ ഒന്നും അറിഞ്ഞു പറയുന്നതല്ല, ചുമ്മാ പറയുക. ഈ വിത്തിൻ്റെ ഉപമ അവർക്ക് മനസ്സിലായിട്ടില്ല, നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ, എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ, പിന്നെയാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ വിത്തിൻ്റെ ഉപമ? ഇല്ലാന്ന് വേണമെങ്കിൽ ഇപ്പം തെളിയിക്കാം. ആക്ഷേപിച്ചൊന്നും പരിഹസിച്ചും പറയരുത്. ഒരു പ്രസംഗത്തിൻ്റെ ചേരുവക എന്ന് മാത്രം കണക്കാക്കി ഉപമകൾ നമുക്കിപ്പം മനസ്സിലായിട്ടില്ല എന്ന് ഒരു തെളിയിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നു കേട്ടോ, നിങ്ങൾ പ്രതികരിക്കണം. ചിലത് എവിടെ വീണു പറഞ്ഞ്? വഴിയരികിൽ. മറ്റു ചിലത് പാറസ്ഥലത്ത്, മറ്റു ചിലത് മുള്ളിനിടയിൽ. ചിലരുടെ ഉറക്കെ പറഞ്ഞോ, കുഴപ്പമില്ല. വേറെ ചിലത് നല്ല സ്ഥലത്ത്. ഇനി നിങ്ങൾ ഉറക്ക ഉത്തരം പറയാം. ഇപ്പം എത്ര തരം വിത്തായി? 4 തരം വിത്തായി. സോളമൻ പാസ്റ്റർ കേട്ടായിരുന്നു? കേട്ടു. അതാ പറഞ്ഞത്. 4 തരമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒറ്റയാൾക്കും മനസ്സിലായിട്ടില്ല, അവർക്കും മനസ്സിലായിട്ടില്ല. 4 തരം വിത്തുണ്ടോ അവിടെ? ഇല്ല, 1 തരമല്ലേ ഉള്ളൂ. പിന്നെ 4 ഞാനിങ്ങനെ കാണിക്കുമ്പോൾ 4 അംഗൻവാടി പോയാൽ കൊച്ചിന് പോലും അറിയാം. നിങ്ങൾ എൻ്റെ വിരലേക്കാണോ നോക്കുന്നത്? ഞാൻ പറയുന്ന കാര്യമാണോ ശ്രദ്ധിക്കുക? ഒരു ടെസ്റ്റ് നടത്തിയതാ, ആനമുട്ട കേട്ടോ. അപ്പം അവർക്കും മനസ്സിലായിട്ടില്ല, നമുക്കും മനസ്സിലായിട്ടില്ല. നമ്മളിങ്ങനെ മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. ഇത്രയേ ഉള്ളൂ എൻ്റെ കാര്യങ്ങൾ. പലതും മനസ്സിലായിട്ടില്ല. മനസ്സിലായതായിട്ട് ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഒരു ഫെലോഷിപ്പ് ഉണ്ട് വൈകുന്നേരമാകും. മറക്കണ്ട, യേശു സന്ധ്യയ്ക്ക് പോകും. ഇക്കരെ എന്തുണ്ട്? 1 തിന്നതിൻ്റെ ശേഷിപ്പ്, സമ്പൽ സമൃദ്ധി. 2 രക്തബന്ധങ്ങൾ. 3 തറവാട്ടുകാർ. 4 ഒരു ഫെലോഷിപ്പ്. നമുക്കിനി അക്കരയ്ക്കൊന്ന് കണ്ണോടിക്കാം. അക്കരെ എന്തുണ്ട്? 1 അവിടെ തിന്നതിൻ്റെ ശേഷിപ്പുണ്ടോ? ഇല്ലച്ച. കാണുന്ന കുപ്പത്തൊട്ടി മുഴുവൻ കൈയിട്ട് വാരി ഒരു നേരത്തെ ആഹാരമെങ്കിലും വയർ നിറച്ച് കഴിച്ചൊരു എമ്പക്കം വിട്ടിട്ട് കാലം എത്രയായി ആ മനുഷ്യൻ? വിശന്നടക്കുകയാണ് ആ പുള്ളിക്കാരൻ. അപ്പം അവനാണ് അക്കരെ. 2 ഇക്കരെ രക്തബന്ധങ്ങൾ. ഭ്രാന്തന് രക്തബന്ധങ്ങളുണ്ട്, കാണും. അതല്ലേ അവനോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പം വീടുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഭ്രാന്തനായൊരു മനുഷ്യ രക്തബന്ധങ്ങൾ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? കൊച്ചുരോഗാശുപത്രിയിലും ഭ്രാന്താശുപത്രിയിലും രോഗം മാറിയാൽ കൊണ്ടുപോകാൻ ആളില്ല. എന്താ കാര്യം? ഇവിടെ കൊണ്ടാക്കിയപ്പോഴേ സ്വത്ത് ആര് പങ്കിട്ടെടുത്തു? അളിയന്മാരും ചേച്ചിമാർ. ഇനി ഇത് മാറത്തില്ലെന്നും പറഞ്ഞു. കുഷ്ഠരോഗാശുപത്രിയിലും ഭ്രാന്താശുപത്രിയിലും രോഗന്മാരെ കൊണ്ടുപോകാൻ ആളില്ല. നിങ്ങൾ കോട്ടയത്ത് ചെല്ലുമ്പോൾ അപ്പൻ്റെ അനിയൻ ഉപ്പാപ്പൻ താൻ്റെ കീറിയ പാൻറ്റും ചാക്കശീലയും തുപ്പലൊലിപ്പിച്ച് ഒരു ബോണ്ടായം കടിച്ചു തിരിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ പറയാം, കൊച്ചപ്പാ വിളിക്കുമോ? നിങ്ങൾ വഴിമാറിപ്പോവും. ശരിക്കും അപ്പൻ്റെ അനിയനാ, പക്ഷേ സ്വത്തൊക്കെ നിങ്ങൾ വഴിമാറിപ്പോകും. നീ ആരെങ്കിലും പറയുകയാണ് ഇത് നിങ്ങളുടെ അപ്പൻ്റെ അനിയനാണെന്ന് പറഞ്ഞു കേട്ടത് പറഞ്ഞ് നിങ്ങൾ പറയും ഞാൻ ഈ നാട്ടുകാരനല്ലെന്ന് പറയും. അപ്പം അവന് രക്തബന്ധങ്ങളുണ്ട്, പക്ഷേ ആരും അവനെ പരിഗണിച്ചിട്ടില്ല, അവഗണിക്കുകയാണെന്ന്. 3-ാമത്തെ ദൂത്. ഇപ്പുറത്ത് VIP-കളുണ്ട്. അവിടെ എന്തോ ഉള്ളത്? വീടിൻ്റെ മേൽവിലാസം കേൾക്കണോ? RIP, റെസ്റ്റ് ഇൻ പീസ്, ശവക്കോട്ടയില. ഇപ്പുറത്ത് VIP, അപ്പുറത്ത് RIP. 4-ാമത്തത് ഇവിടെ ഫെലോഷിപ്പുണ്ട്. അപ്പുറത്തോ മര്യാദയ്ക്കൊരു മനുഷ്യനോട് സംസാരിച്ചിട്ട് കാലം എത്രയായി? ഏതെങ്കിലും ഒരു ഭ്രാന്തനോട് നിങ്ങൾ സംസാരിച്ച് നിൽക്കാറുണ്ടോ? അയാൾ വന്നാൽ നിങ്ങൾ നിന്ന് കൊടുക്കുമോ? ഇല്ല. ഈ 4 കുറിപ്പുകൾ പറഞ്ഞിട്ട് ദൂത് പറയുകയാണ്. ഞാൻ ചോദിക്കുന്നു ഇന്ന് രാത്രി കർത്താവിനോട്, യേശു കർത്താവേ, നീ ആരുടെ ദൈവമാണ്? ആരുടെ ദൈവമാണ്? നിങ്ങൾ ഉത്തരം കണ്ടെത്തണം. പാട്ടുകാരുടെ ദൈവമാണോ? ആന്നു. കളുടെ ആന്നു. അല്ല, ഇതിലാരാ നിനക്ക് ഇമ്പോർട്ടൻസ്? യേശു പറഞ്ഞു ഞാൻ എല്ലാവരും ദൈവമാണ്. പക്ഷേ പ്രയോറിറ്റി, മുൻഗണന അക്കരെ നിൽക്കുന്നവനാണ്. ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. ഇല്ല, ഉള്ളവൻ അവൻ്റെ ദൈവമാണ് ഞാൻ. കുടുംബക്കാരുടെയും വലിയ വലിയ ആളുകളുടെയൊക്കെ ദൈവം ഞാനാണെങ്കിലും എൻ്റെ ചങ്ക് പിടയുന്നതും കണ്ണ് നിറയുന്നതും പ്രയോറിറ്റി, മുൻഗണന
ഇതൊന്നും ഇല്ലാത്തവനോടാണ് എനിക്ക് കൂറ്. ഇന്ന് രാത്രിയിൽ സുവിശേഷ പ്രസംഗത്തിൻ്റെ പ്രസക്തി ഞാനിവിടെ പറയുന്നു. ഈ പന്തലിൽ നിങ്ങൾ ഏത് വണ്ടിയിൽ വന്നു, ഏത് സെറ്റപ്പിലും ഗെറ്റപ്പിലും വന്നു എന്നല്ല ഞങ്ങൾ നോക്കുന്നത്. മറിച്ച് ഒരു ഇല്ലായ്മക്കാരനായി ഈ രാത്രി നീ യോഗം കേൾക്കുന്നുണ്ടെങ്കിൽ, മക്കളില്ലാത്തവനായി, സൗഖ്യമില്ലാത്തവനായി, പാപ രോഗ സൗഖ്യമില്ലാത്തവനായി, എന്തെങ്കിലുമൊക്കെ ഇല്ലാത്തവനായി കണ്ണുനീരോടുകൂടെ ഇന്ന് രാത്രി യോഗം കേൾക്കുന്നുണ്ടെങ്കിൽ, സുഹൃത്തെ, താങ്കൾക്ക് വേണ്ടിയാണ് യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ യോഗമാണിത്. ഈ രാത്രി പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നതിന് മുൻപ് ഇല്ലാത്തവന്റെ പ്രശ്നത്തിൽ കൈവെക്കാതെ യേശു ഈ യോഗം അവസാനിപ്പിക്കുകയില്ലെന്ന് ഞാൻ പറയുമ്പോൾ അത് ഏറ്റെടുക്കുന്നവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ നിലവിളിയുടെ ആഴം ഒന്ന് ഗ്രഹിക്കണം. നമ്മൾ എല്ലാവരും നിലവിളിച്ചാലൊന്നും അതിൻ്റെ ആഴം വരില്ല. ഗലീലാക്കടലിലെ ഓളങ്ങളും തിരമാലകളും തട്ടകസിച്ചും അലച്ചും കൊണ്ട് തീരത്തെ ചുംബിക്കുവാൻ ചീറിയെടുക്കുന്ന സമയത്ത് അതിനെ വെല്ലുന്ന ഏത് ശബ്ദമാണുള്ളത്? ഇവിടെ ഏത് ശബ്ദമാണുള്ളത്? ഒരു ശബ്ദവുമില്ല. എന്ത് ശബ്ദം? ഒരാൾ നിലവിളിച്ചാൽ കേൾക്കുവോ? കേൾക്കും കുഞ്ഞെ, കേൾക്കും. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എറണാകുളം സിറ്റിയിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ രണ്ടാമത്തെ മകൾ മലയാള മനോരമയുടെ ഐസ് പ്രോഗ്രാമിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി, കാണാതെ പോയി. 2 പെൺകുട്ടികളാണ്. ഞാൻ എൻ്റെ ഭാര്യ വിജയെയും മൂത്ത കൊച്ചിനെയും എൻക്വയറി ഓഫീസിൽ നിർത്തിയിട്ട് ഞാൻ അവളെ അന്വേഷിച്ചിറങ്ങുകയാണ്. ചങ്ക് പിടയ്ക്കുന്നുണ്ട്, ഭയങ്കര തിരക്കാണ്. അന്നൊക്കെ ഈ ടേപ്പ് റെക്കോർഡർ ഭയങ്കര ശബ്ദമുഖ ഇടിവെട്ടുന്ന പോലെ ചങ്ക് തകർന്നു പോകുന്ന സംവിധാനങ്ങളൊക്കെയാണ് ഇന്നുമുണ്ടെങ്കിലും അന്ന് അതിൻ്റെ കാലമാണ്. അതെല്ലാം ഇങ്ങനെ കിടന്ന് ഇടിവെട്ടുന്ന ശബ്ദത്തിൽ പാട്ട് കേട്ടു, ഭയങ്കര ഒച്ചപ്പാടും ബഹളം കറങ്ങുന്ന ഒത്തിരി പരിപാടികളുണ്ടല്ലോ. ഞാൻ എൻ്റെ കൊച്ചിനെ കാണാതെ പ്രൈസ് ചെയ്തും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുമ്പം ഒരു സൗണ്ട് സിസ്റ്റം വിൽക്കുന്ന കടയുടെ ഭയങ്കര ശബ്ദത്തിൽ വെച്ചിരിക്കുന്നു. അത് പാസ് ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ പപ്പോതൊരു വിളി ഞാൻ കേട്ടു. സത്യത്തിൽ എൻ്റെ കൊച്ചിൻ്റെ ശബ്ദം സൗണ്ടിനേക്കാൾ വലുതൊന്നുമല്ല, ചെറുതാ, നേർത്ത ശബ്ദമാണ്. പക്ഷെ ഞാൻ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ആ ശബ്ദം കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം ഈ കൊച്ചിനെ കാരണന്മാരെ കണ്ടെത്താൻ വേണ്ടി കണ്ടുകിട്ടിയ കടക്കാരൻ ഒരു TV സ്റ്റാൻഡിന് മുകളിൽ ഐസ്ക്രീമും കൊടുത്ത് കയറ്റിയിരുത്തിയേക്കുക. അവളത് കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചെന്ന് വാരിപ്പുണർന്ന് എൻ്റെ ഭാര്യയുടെ അടുക്കിലേക്ക് പോയി. ഞാൻ ഇന്ന് രാത്രിയിൽ സ്നേഹത്തോടെ പറയട്ടെ സുഹൃത്തെ, നിങ്ങൾ നിൽക്കുന്ന തൃശ്ശൂർ പൂരപ്പറമ്പിലാണെങ്കിലും 501 ആനകൾ ചിഹ്നം വിളിച്ചാലും 1000 പേര് തായമ്പക മുഴക്കിയാലും ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് അവിടെ കഥനയും വെടിക്കെട്ടും നടന്നാലും കാണാതെ പോയ കുഞ്ഞിൻ്റെ കരച്ചിൽ നിങ്ങൾ അപ്പനും അമ്മയുമാണെങ്കിൽ കേൾക്കുമെന്നുള്ളത് ഉറപ്പാണെങ്കിൽ ഇന്ന് രാത്രിയിൽ തഞ്ചാവൂർ വില്യംസിൻ്റെ ശബ്ദത്തിനപ്പുറത്ത്, ജോയി ഭാർക്കലിൻ്റെ പ്രസംഗത്തിനപ്പുറത്ത്, ഇവിടുത്തെ കരഘോഷങ്ങൾക്കപ്പുറത്ത് നെഞ്ചു പിടഞ്ഞു കരയുന്ന ഒരുവന്റെ സ്പന്ദനം കേൾക്കാൻ, എന്റെ കർത്താവേ എന്നെ സഹായിപ്പാൻ ആരുമില്ലേ എന്ന് ചോദിക്കുന്ന നിന്റെ സ്പന്ദനം തിരിച്ചറിയാൻ ഒരു കർത്താവ് ഇന്ന് രാത്രി ഈ യോഗത്തിന് നടുവിലുണ്ട്. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ പകർന്നിരിക്കുന്ന മനസ്സ് പകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ആരും കണ്ടില്ലെങ്കിലും എന്റെ ദൈവം ഇന്ന് രാത്രി കാണാതെ പോവുകയില്ല. ആ ശബ്ദത്തിൻ്റെ ആഴം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാൾ നിലവിളിച്ചെന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് നിലവിളിക്കേണ്ട, ആഴം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആഴം ഞാൻ പറയാം. ഇവൻ്റെ അകത്ത് എത്ര ഭൂതമുണ്ടെന്നാ പറഞ്ഞത്? ഒരു പ്രാവശ്യം പറഞ്ഞതാ, എന്നാലും 6000. എത്രായിരം പന്നിയിലേക്കാ പോയെന്നറിയാമോ? 2000. എല്ലാം ഭാഷന്മാർ ഉത്തരം തരുന്നുണ്ട്, പറയുന്നു. സന്തോഷം. അപ്പൊ 2000 പന്നിയിലേക്ക് എത്ര ഭൂതം പോയി? ഒരു പന്നിയിൽ എത്ര ഭൂതം? കണക്ക 3. ചെറിയ കണക്കല്ലേ അല്ലേ? ചെറിയ കണക്കല്ലേ? 3 ഭൂതം. ഇനിയാ പഠിക്കേണ്ടത്.
3 ഭൂതം ഒരു പന്നിയിലോട്ട് ചെന്ന് കയറി. ഈ പന്നി എത്ര നേരം പിടിച്ചു നിന്നു അറിയണമല്ലോ. 3 ഭൂതം ചെന്ന് കയറിയപ്പം പന്നി എത്ര നേരം പിടിച്ചു നിന്നു? എവിടെ പിടിച്ചു നിൽക്കുക? 3 മിനിറ്റ് പിടിച്ചു നിന്നോ? ഇല്ല. 3 സെക്കൻഡ് പോലും നിന്നില്ല. ഒന്നാമത് വായിക്കുന്ന സുബോധം നഷ്ടപ്പെട്ടു എന്നാ. അതിന് ഞാൻ കുറ്റം പറയുകയില്ല, കാരണം പന്നിക്ക് അങ്ങനെ വലിയ സുബോധമുണ്ട്? ഒരു ബോധവുമില്ലാത്ത ഒരു പന്നിക്കും ഇവിടെ ഒരു നേരത്തും ഒരു സുബോധവുമില്ല. അപ്പൊ പിന്നെ 3 ഭൂതം ചെന്ന് കയറിയ പന്നിയുടെ കാര്യം പറയണോ വെച്ചാൽ അത് പോട്ടെ, അതൊക്കെ നമുക്ക് വിട്ടുകളയും. എന്നെ എന്ത് ചെയ്യാനല്ല, ഈ മനുഷ്യന്റെ ശരീരവും പക്ഷി മൃഗാദികളുടെ ശരീരം തമ്മിൽ ബന്ധങ്ങളുണ്ട്. ആളുകൾ പറയുന്നത് കേട്ട് പറയുന്ന ഒന്ന്, നമ്മുടെ അസ്ഥി തിമിംഗലത്തിൻ്റെ അസ്ഥിയോട് ചേർന്നിരിക്കുന്ന മീനിൻ്റെ അസ്ഥിയോട്. ശരിയാണെന്ന് ഞാൻ ആദ്യമൊന്നും വിശ്വസിച്ചില്ല, പക്ഷെ പിന്നീട് വിശ്വസിച്ചു. കാരണം സുവിശേഷം പറഞ്ഞ് എത്ര വർഷം നടന്നാലും രക്ഷിക്കപ്പെടും, കർത്താവിന് വേണം ആരാധിക്കണം, സ്നാനം എന്ന് പറയുമ്പോഴേക്കും ഒരൊറ്റ വെട്ടല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് ഈ അസ്ഥി മറ്റേ അസ്ഥിയാണ്. കയ്യിൽ കിട്ടിയ മീൻ അവിടെ ഒറ്റ പടക്കലിൽ സംഗതി പോവും. നിങ്ങൾ തന്നെ പിടച്ചു പോകാറുണ്ടോ? രക്ഷിക്കപ്പെട്ടു, സമയം വരുന്നു, പാശകൾ സ്വതേക്ക് സ്നാനം ഒറ്റ വെട്ടില്ല. അപ്പം നമ്മുടെ അസ്ഥി തിമിംഗലത്തിൻ്റെ അസ്ഥിയോടാ. നമ്മുടെ പാല് കേട്ടോ, ആരുടെ പാലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അറിയാമോ? കഴുതയുടെ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പിള്ളേരെ ദേഷ്യം വരുമ്പോൾ എന്തോ വിളിക്കുന്നത്? പോടാ പുലി എന്നാണോ വിളിക്കുന്നത്? അല്ല, അങ്ങനെ വിളിച്ചെങ്കിൽ എപ്പോഴും നന്നായാനെ. നമ്മൾ പോടാ സിംഹം അങ്ങനൊന്നല്ല വിളിക്കുന്നത്, പോടാ കഴുതയെന്നാണ് വിളിക്കുന്നത്. എൻ്റെ ഈ ബന്ധമാണെന്നായി സാക്ഷാളുള്ള തൂത്താ പോവോ? ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അടുത്തത്, നമ്മുടെ ശരീരത്തിന് ഇതിൻ്റെ ശരീരവുമായിട്ടൊരു യോജിപ്പുണ്ടെന്നാണ് പറയുന്നത്. അതാ പഴയമ്പത്തിലൊക്കെ ഇത് തിന്നരുതെന്നൊക്കെ പറയുന്നു. നമ്മുടെ ശരീരത്തിന് അതിൻ്റെ ശരീരവുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത്. അതിൻ്റെ വാൽവൊക്കെ എടുത്ത് പണ്ടൊക്കെ ഹൃദയത്തിൻ്റെ വാൽവൊക്കെ മാറ്റി വെക്കുന്നത്. ഇപ്പൊക്കെ പുതിയ സംവിധാനങ്ങളാണ്. അതർത്ഥം നമുക്ക് സഹിക്കാൻ കഴിയുന്ന പോലെ ഒരല്പം സഹിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് ആര്? പന്നി. ഇത്രയും പിടി കിട്ടിയല്ലോ, അത്രയും മനസ്സിലാക്കിയല്ലോ. നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതം അതിനുള്ളത് കൊണ്ട് നമ്മുടെ മനസ്സിനും ശരീരം നമ്മൾ സഹിക്കാൻ കഴിയുന്ന പോലെ ചില സഹിക്കാൻ അതിന് കഴിയും. ശരിയാണ്. നമ്മുടെ പിള്ളേരൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കരയുന്ന കണ്ടിട്ടുണ്ടോ? അതുപോലെ ഈ പുളിയൻ തൂക്കി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്നെ കരച്ചില്ല, 4 കാല് കഴിഞ്ഞു എന്നെ കരച്ചില്ല. നമ്മുടെ പിള്ളേരെ കരയുന്ന പോലെ ഇരിക്കും. അപ്പോൾ ഇനിയാണ് എൻ്റെ ചിന്തേറിടുന്നത്. സഹിക്കുന്ന പോലെ ഒരു സഹിക്കാൻ പ്രാപ്തിയുള്ള കപ്പാസിറ്റിയുള്ള ജീവിയാണ് ആര്? പന്നി. ഇത്രയും പിടി കിട്ടിയല്ലോ. ചോദ്യം, 3 ഭൂതം ചെന്ന് കയറിയപ്പം 1 മിനിറ്റ് പോലും നിൽക്കാൻ കഴിയാതെ ഇത് ചെന്ന് ആത്മഹത്യ ചെയ്തു. കടലിൽ തൂക്കത്തോടെ കടലിൽ ചാടി ചത്തു. ചിന്തിച്ചു നോക്കാൻ വേണ്ടി പറയുക, ഈ ഒരു മനുഷ്യൻ്റെ അകത്ത് 6000 എണ്ണം കയറിയിട്ട് ഏകദേശം 12 കൊല്ലം കഴിഞ്ഞു. കാലത്തിൻ്റെ പഴക്കം നോക്കിയാൽ ഇവൻ 50 പ്രാവശ്യമെങ്കിലും ആത്മഹത്യ ചെയ്യേണ്ടവനല്ലേ? ആണ്. എന്തുകൊണ്ട് ചെയ്തില്ല? ഉത്തരം, നിന്നെ ദൈവം അതിനൊന്നും അനുവദിക്കത്തില്ല കുഞ്ഞ്. എൻ്റെ അമ്മ പലവട്ടം എൻ്റെ അപ്പൻ്റെ നോക്കി മുഖത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ പിള്ളേരുടെ മുഖം കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊന്നും പ്രശ്നമല്ല, പണ്ടേ ഞാൻ 1 മുഴം കയറിൽ അവസാനിപ്പിക്കുമായിരുന്നു. എൻ്റെ അമ്മയെപ്പോലെ പറഞ്ഞ ഒത്തിരി സഹോദരിമാരിവിടെ ഇരിക്കുന്നുണ്ട്. ഒരു കൈലിയുടെ അറ്റത്ത് കടുത്ത് മുറുക്കാൻ ആഗ്രഹിച്ച ഒത്തിരി അച്ചായന്മാർ ഞങ്ങളുടെ നടുവിൽ ഇരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കാലം നോക്കിയാൽ ഇവിടെ ഇരിക്കുന്ന പലരും അനുഭവിച്ച അനുഭവങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ നോക്കിയാൽ പണ്ടേ ഞങ്ങൾ 1 കുപ്പി ഫ്യൂറഡാനിലോ 1 കൈലിമുണ്ടയിലോ ഫാറിൻ്റെ കുരുക്കിലോ പണ്ടേ ജീവിതം അവസാനിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ നീ യേശുവിനെ കണ്ടെത്താതിരുന്ന കാലഘട്ടത്തിൽ പോലും, നീ ദൈവത്തെ ആരാധിക്കാതിരുന്ന കാലഘട്ടത്തിൽ പോലും നിന്നെ ഒരു മരണത്തിനും വിട്ടുകൊടുക്കാതെ തടഞ്ഞു മാറ്റി, വകഞ്ഞു മാറ്റി, ഉരുട്ടി മാറ്റി
2026 ജനുവരി മാസം ഇന്ന് രാത്രിയിൽ ഈ നടക്കുന്ന യോഗത്തിൽ നിന്നെ പിടിച്ചുകൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് നീയുമായൊരു അപ്പോയിന്റ്മെന്റിന് യേശു ഡേറ്റ് കണ്ടെത്തിയിരുന്നു. ആ ഡേറ്റ് ആണ് ഇന്ന് രാത്രിയിൽ. ഇരു കരവും ചേർത്തടിച്ചു പറയണം, ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം ചില മരണപാശങ്ങളെ അറുക്കുന്ന രാത്രിയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. വിട്ടുകൊടുക്കില്ല. ശരിയല്ലേ? കാലം നോക്കിയാൽ ഞാൻ വണ്ടി കൊണ്ട് നടക്കുന്നു. 4 കൊല്ലം കഴിഞ്ഞോളൂ, 1 ലക്ഷം കിലോമീറ്റർ. എത്രാമത്തെ വണ്ടിയാണെന്നറിയാം? നമ്മളൊക്കെ കാലം നോക്കിയാൽ ഓടിച്ച കിലോമീറ്ററും സമയത്തിൻ്റെ ദൈർഘ്യവും ഓർത്താൽ 10 പ്രാവശ്യം പാണ്ടിലോറിക്കടിയിൽ പടക്കം പൊട്ടേണ്ട കാലം കഴിഞ്ഞു. ക്ഷീണിച്ചും അശ്രദ്ധമായും വണ്ടി ഓടിച്ചിട്ടില്ലേ? തെറിച്ചു പോയിട്ടില്ലേ? ക്ലച്ചും ബ്രേക്കും വൈദഗ്ധ്യത്തോടെ ചവിട്ടാനുള്ള നിങ്ങളുടെ ശീലങ്ങൾ കൊണ്ടൊന്നുമല്ല ജീവിച്ചിരിക്കുന്നത്. ഒരു മരണത്തിനും വിട്ടുകൊടുക്കാതെ അതിന്റെ പാശങ്ങളെ ബന്ധിക്കാൻ കഴിയുന്നവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. സുഹൃത്തെ, നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ വിഷയത്തിന് ഒരു വിടുതൽ നൽകാനാണെന്നേ. ഇന്ന് രാത്രി യേശു വന്നതുകൊണ്ട് അവന്റെ നിലവിളി മാറി. യേശു വന്നതുകൊണ്ട് എൻ്റെ നിലവിളിയും മാറിയെന്ന് അനുഭവമുള്ളവർ മാത്രം ഒന്ന് കരമുയർത്ത ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യമുണ്ട്. അപ്പം അച്ഛാ, പിന്നെ യേശുവിനെ കണ്ടെത്തിയാൽ പിന്നെ കരയത്തില്ലയോ? കരയത്തില്ല. ചുമ്മാന്നല്ല കാര്യമാണ്. യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ആളുകൾ കരയുന്നുണ്ടല്ലോ. അതിനെ മറുപടി പറഞ്ഞിടത്ത ഭാഗത്തിട്ട് കിടക്കാം. യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞ് ഞാൻ കരയുന്നുണ്ട്. ഈ തഞ്ചാവൂർ വില്യംസ് അച്ഛൻ ചിലപ്പോൾ കരുതി ഞാൻ കണ്ടിട്ടുണ്ട്. പാട്ട് പാടുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർക്ക് ഭയങ്കര രോഗമൊക്കെ വന്ന ആളാണ്. നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാണ് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശുവിനെ കണ്ടെത്തിയാലും കരയോ? കരയൂന്നേ. അപ്പോൾ ഇച്ചിരി പറഞ്ഞല്ലോ യേശുവിനെ കണ്ടെത്തിയാൽ കരയില്ലെന്നേ. ഇതെങ്ങനെ ഒക്കുന്നേ? യോജിപ്പിക്കാമെന്നേ. യേശുവിനെ കണ്ടെത്തിന് മുമ്പ് എവിടെയും കരയും. കാരണം ആരാ കണ്ണുനീർ തുടക്കിയത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. കാണുന്ന കളിമൺ പ്രതിമകൾക്ക് മുൻപിലും കൽക്കൂമ്പാരങ്ങൾക്ക് മുൻപിലും കയ്യിലുണ്ടായിരിക്കുന്ന മുഴുവൻ നാണയത്തൊട്ടുകളും എറിഞ്ഞ് മുട്ടുകുത്തി ഞങ്ങളത് കണ്ണു തുടയ്ക്കുമ്പോൾ ചോദിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, ഇതെല്ലാം കളിമൺ പ്രതിമകളാണെന്ന്. ഇന്ന് ഞങ്ങൾ കരയുന്നത് വെറുതെ സങ്കടം കൊണ്ടല്ല സുഹൃത്തെ, സന്തോഷം കൊണ്ടാണ്. അച്ഛാ, ഇന്ന് ഞങ്ങൾക്ക് എവിടാ കരയേണ്ടതെന്നറിയാം. കാരണം യഹൂദാ ഗോത്രത്തിലെ സിംഹമായവൻ, കണ്ണുനീർ തുടയ്ക്കാൻ കഴിയുന്ന ഒരുവൻ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന്. അതുകൊണ്ട് യേശുവിനെ കണ്ടെത്തിയവർ കണ്ടവന്റെ മുമ്പിൽ കരയത്തില്ല. കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവത്തിന് മുമ്പിൽ മാത്രമേ കരയുകയുള്ളെന്ന്. ഹല്ലേലൂയ! എത്ര മനോഹരമാണല്ലേ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കരയാം. കാരണം നമ്മുടെ കണ്ണുനീർ യേശു മാത്രമേ തുടയ്ക്കത്തുള്ളൂ. രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വരണം. ഒന്നാമത്തേത്, യേശു വന്നതുകൊണ്ട് അവൻ്റെ നിലവിളി മാറി. ഒരു സ്വത്രം ഉറക്കെ പറഞ്ഞു. ഒന്നുകൂടെ ഉറക്കെ ശക്തിയോടെ സ്വത്രം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കരയും. അതൊക്കെ കരഞ്ഞോട്ടെ, ഒന്നും പ്രശ്നമില്ലെന്ന്. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. യേശു വന്നതുകൊണ്ട് അവൻ്റെ പേര് മാറി. തെറ്റിദ്ധരിക്കരുത് കേട്ടോ. മതം മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല ഞങ്ങൾ ഈ പറയുന്നത്. ആണോ? അതൊന്നുമല്ല. പേര് മാറിയെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? മനുഷ്യർക്ക് 3 രീതിയിലാണ് പേരുള്ളത്. 3 രീതിയിൽ പേരുണ്ട്. ഒന്ന്, മാതാപിതാക്കൾ ഇടുന്ന പേര്. അതാണ് ഒന്നാമത്തെ പേര്. മാതാപിതാക്കൾ ഇടുന്ന പേര്. നീളമുള്ള പേരായിരുന്നു, ഒത്തിരി നീട്ടം ഉണ്ടായിരുന്നു. പിന്നെ ആ പേരിൻ്റെ നീളമൊക്കെ കുറച്ചു തോന്നുന്നു. ഒരു 4 അക്ഷരം 5 അക്ഷരം ഒക്കെ ആയിട്ട് കുറഞ്ഞു. അപ്പോഴാണ് ഈ ചാക്കപ്പൻ, മറിയാമ്മ, ഏലിയാമ്മ ഒക്കെ ഉണ്ടായത്. പിന്നെ 3 അക്ഷരം, അപ്പോഴാണ് ഈ അന്നമ്മ, ചിന്നമ്മ, പൊന്നമ്മ ഒക്കെ ഉണ്ടായത്. പിന്നെ 2 അക്ഷരം, അപ്പോഴാണ് ഞാനൊക്കെ ഉണ്ടായത്. ജോയി, ലില്ലി, ബീന, വീട്ടിലെ പിള്ളേരുടെ പേരാ. പിന്നെ 1 അക്ഷരം, സാം, ശ്യാം, ഒറ്റ അക്ഷരമാണ്. ഇപ്പം പേര് പോലും ഇല്ല പിള്ളേർക്ക്.
അങ്ങനെയൊന്നുമില്ല. പിന്നെ വീണ്ടും പഴയ അങ്ങനെ ഇത് കാലചക്രം തിരിഞ്ഞു വരുമല്ലോ. ഇപ്പം അതുപോലെ ഇടുന്ന പേരിഞ്ഞ് എല്ലാ ഈ ചത്തുപോയ അമ്മച്ചിമാരുടെ അമ്മമാരുടെ ഒക്കെ പേര് ഒരുമിച്ചിടും. ഇപ്പോൾ പണ്ടത്തെ നല്ല ചോദിച്ചു, എന്നാ അവളുടെ പേരെന്താ? അന്ന റോസ് വയലറ്റ് സാറ. ഞാൻ പറഞ്ഞു ഞങ്ങൾ പലരാകുന്നു എന്ന് പറയുന്നത് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. ചത്തുപോയ മുഴുവൻ അമ്മച്ചിമാരുടെ പേരുമുണ്ട്. 3-4 പേരാണ് ഇട്ടിരിക്കുന്നത്. ചില ആളുകൾക്ക് വേറൊരു കുഴപ്പമുണ്ട്. അപ്പൻ്റെ പേരിൻ്റെ ഒരക്ഷരം, അമ്മയുടെ പേരിൻ്റെ അങ്ങനെയൊക്കെ ഇടയ്ക്കൊരു കുസൃതി ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരി ഒരു കൊച്ചുണ്ടായപ്പം പറഞ്ഞു, എടാ എൻ്റെ കൊച്ചിനൊരു പേരിട്, എൻ്റെ പേരിൻ്റെ അക്ഷരം വേണം, അളിയൻ്റെയും വേണം. അതും ജോയി എന്നാണ്, ലില്ലി എന്നാണ്. ഞാൻ പറഞ്ഞു ജോലി എന്നിട്ടോളാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു കളിയാക്കുകയാണോ? കളിയാക്കല്ലെന്ന്, ലിജോ തിരിച്ച്. അങ്ങനെ മൂത്തൻ്റെ പേര് അങ്ങനെ ലിജോ എന്നാണ്. രണ്ടാമത്തേതും പെണ്ണ്. എന്നോട് പറഞ്ഞു പേരിട്. ഞാൻ പറഞ്ഞു ഞാനാരെ തിക്കുറിശിയോ മൊത്തം പേരിടാൻ? നിങ്ങളിടുക നിങ്ങളുടെ പിള്ളേർക്ക്. അങ്ങനൊന്നും എപ്പോഴും ഒക്കത്തല്ലേ കേട്ടോ. നിങ്ങൾ ഈ നാട്ടുകാർ കാണിക്കുന്ന കോപ്രായങ്ങൾ പോലും നടക്കരുത്. വാശി പിടിക്കുകയും ചെയ്യരുത്. പത്രോസ് ശലോമിയെ കല്യാണം കഴിച്ചു, 2 പേർക്കൂടെ കൊച്ചുണ്ടായി. ആദ്യത്തെ അക്ഷരം കൊച്ചിനിടുന്നത് വാശി പിടിച്ചാൽ പശ എന്നിടണ്ടേ. മാർട്ടിനും ക്രിസ്റ്റിനെയും പറയണോ പൂരം? ലോകോത്തര നിലവാരമുള്ള പേരാ, പക്ഷെ മാക്രി എന്ന് പേരിടാൻ പറ്റുമോ? അതുകൊണ്ട് ഈ കോപ്രായങ്ങൾ കാണിക്കാതെ വേദപുസ്തകത്തിലെ പേരിട്. അപ്പം പിന്നെ വലിയ പ്രശ്നമൊന്നും വരികയില്ല. ഞാൻ അങ്ങനെ പിള്ളേർക്കൊക്കെ പെട്ടിരിക്കുന്നു. എൻ്റെ പെർസിസും പ്രൈസ് എന്നൊക്കെ പറയും. വായ കൊള്ളാത്ത പേരൊക്കെ ഇടാതെ ശ്രദ്ധിക്കുക. എന്തായാലും ഇട്ടത് അവിടെ കിടക്കട്ടെ. രണ്ടാമത്തെ പേരിലേക്ക് വരാം. അതാണ് നമ്മുടെ വിഷയം. മാതാപിതാക്കൾ ഇട്ട പേര് ഒന്നാമത്തെ പേര്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ലെങ്കിലും ഗസറ്റിലൊക്കെ ഇട്ട് വേണമെങ്കിൽ മാറ്റാം, കിടക്കട്ടെ. കാരണന്മാരങ്ങനെ ഇട്ടുപോയി. കാരണന്മാരിട്ട പേരിന് അനുസരിച്ച് നീ ജീവിച്ചില്ലെങ്കിൽ നാട്ടുകാർ നിനക്കൊരു പേരിടും. അതിൻ്റെ പേരാണ് ഇരട്ടപ്പേര്. കേട്ടിട്ടുണ്ടോ? ഇരട്ടപ്പേര്. കാരണന്മാരിട്ട പേരല്ല കേട്ടോ അത്. ഗുണ്ടാമത്തായി അങ്ങനെ ഒരു പേരിടുമോ പള്ളിയിൽ ആരെങ്കിലും? വെട്ടുകത്തി സുരേഷ് അങ്ങനെ ഏതെങ്കിലും അമ്പലത്തിൽ പേരിടുമോ? കോടാലി ശ്രീധരൻ ഏതമ്പലത്തിലിട്ട പേരാ? ഒന്നും അല്ല അച്ഛാ. അത് ഈ കയ്യിലുള്ള ആയുധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പേരിട്ടിരിക്കുന്നത്. മനസ്സിലായോ? കള്ളു കുടിച്ച് തലയും കുത്തി കിടന്നാൽ പിന്നെ ഗുണ്ടാമത്തായി നിലണ്ട് പിന്നെ എന്താ വിളിക്കുന്നത്? ഇവിടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് കടന്നു വരാം. പഴയകാല ചരിത്രം. എൻ്റെ അപ്പന് ഇരട്ടപ്പേരുണ്ട്. എന്താണെന്നറിയാം? പുള്ളിക്ക് ഇച്ചിരി ആരോഗ്യം തണ്ടും തടി ഉള്ളത് കൊണ്ട് എവിടെ അടിപിടി കൂടിയാലും പുള്ളി ഈ വീണ് കിടക്കുന്നവനെ സഹായിക്കും. അങ്ങനെ ചാടി വീഴും, അവനെ രക്ഷിക്കും. അവസാനം പിന്നെ ഇടിക്കട്ടയും മിന്നലൊക്കെ കൊണ്ടുവന്ന് ഉറുമി കൊണ്ടുവന്ന് കൊല്ലൻ്റെ സാന്നിധ്യത്തിൽ അതൊക്കെ ഇടിച്ചു നിരത്തി കളയും. അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് പുള്ളി. എവിടെ പ്രശ്നമുണ്ടെങ്കിലും മിന്നൽ പോലെ പുള്ളി വീഴുന്നുണ്ട്. നാട്ടുകാരുടെ പേരിട്ടു മിന്നൽ ചാക്കപ്പൻ. അപ്പൻ്റെ പേരെന്തുവാ? ചാക്കപ്പൻ. നാട്ടുകാരുടെ പേരെന്തുവാ? മിന്നൽ ചാക്കപ്പൻ. അങ്ങനെയാണ് എൻ്റെ അപ്പൻ അറിയപ്പെടുന്നത്. ഈ പേരിന് വേറൊരു കുഴപ്പമുണ്ട്. ഒന്ന്, ഈ ഇരട്ടപ്പേരുള്ളവരെ വിളിക്കാൻ പറ്റുകയില്ല, അവർക്ക് ദേഷ്യം വരും. എൻ്റെ അപ്പനോട് ഒരാൾ വേങ്ങൂര് വന്ന് ഇറങ്ങിച്ചും താമരപടി പാറയ്ക്ക് താമരപണി പഠിക്കാൻ വന്നതാ. ആ പുള്ളി എൻ്റെ അപ്പനോട് ചോദിക്കുക, ചേട്ടാ മിന്നൽ ചാക്കപ്പൻ്റെ വീടായിരുന്നു. അവന് ഇടിയും മിന്നലും നാദവും അകമ്പടിയായിട്ടുണ്ടായി. പോയ വഴി പിന്നെ പുല്ല് വിളച്ചിട്ടില്ല. എൻ്റെ അപ്പനോടാണ് നേരിട്ട് ചോദിച്ചത്. എൻ്റെ നാട്ടിൽ ഞാൻ പ്രസംഗം ചെല്ലും, ഭയങ്കര ആൾക്കൂട്ടം അന്നേരം. എങ്ങനെയാണെന്നറിയില്ല, ദൈവത്തിൻ്റെ കൃപ. 5-6 കൊല്ലം മുമ്പ് ഞാൻ ചെല്ലുമ്പോൾ ഫാസ് ഓഡിറ്റോറിയത്തിൽ പതിവില്ലാതെ കസേര പിറകോട്ട് നീക്കിയിടുക. അപ്പം ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ ഒരു കൊച്ചനും ഒരു സഹോദരനും മോനും. അപ്പോൾ സഹോദരൻ ചോദിച്ചു, ഫാസ് നേരത്തെ വന്നല്ലോ. ഞാൻ പറഞ്ഞു നേരത്തെ വരുന്നയാളല്ലയോ, എനിക്ക് 1 മണിക്കൂർ മുമ്പേ വരണം, അതെൻ്റെ ശീലം. പൊതുവെ ഒന്നാമത്തെ പാട്ട് പോലെ കേൾക്കണം. അങ്ങനെ ആയിപ്പോയി. കാരണം ഈ ഗാന ശുശ്രൂഷ എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലാതെ ആൾ വരാനുള്ള തല്ലിപ്പിടി പരിപാടിയല്ല. എനിക്ക് ഒന്നാമത്തെ പാട്ട് പോലെ കേട്ടില്ലെങ്കിൽ പ്രസംഗം തൊണ്ടേന്നേ വരത്തില്ല. അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. ആരോടുള്ള ദേഷ്യത്തിനോ സന്തോഷമോ ഒന്നുമല്ല, അതൊരു ശുശ്രൂഷയാണ്. അതാണ് ഞാൻ സ്വർഗത്തിൽ എന്ന പ്രസംഗം കാണത്തില്ല, മിക്കവാറും പാട്ടേ കാണത്തുള്ളൂ. ഇപ്പം ഞാൻ കേൾക്കുന്ന പാട്ടൊക്കെ 10,000 20,000 പ്രാവശ്യം കേൾക്കുന്നത്. അതൊന്നും കുഴപ്പമില്ലെന്നേ, അതൊരു ശുശ്രൂഷയാണെന്നേ. നല്ല പാട്ടുകാരല്ലയോ? അപ്പോൾ ഈ കൊച്ചൻ ചോദിച്ചു, ഇതാരാ പപ്പ? ഈ കൊച്ചൻ പറഞ്ഞു, ഡോ ഇതാണോ ജോയി പാറയ്ക്കൽ? ആഹാ, ഇന്ന് പ്രസംഗിക്കുന്നതാണോ? ആ ശരി, പ്രൈസ് പാസ്റ്റേ. നീ ഈ പാസ്റ്റർ അറിയോ? ഇല്ല. എടാ ഇത് നമ്മുടെ ചാക്കപ്പൻ ചേട്ടൻ്റെ മോനാണ്. ഏത് ചാക്കപ്പൻ? അവിടെ പുള്ളി പരിങ്ങി. പുള്ളി പറഞ്ഞു, എടാ ഈ ഇതിൻ്റെ അപ്പുറത്തൊരു വീടില്ലേ, ആ പാറയുടെ സൈഡിൽ വീട്, ആ വീട്ടിലെ ചാക്കപ്പൻ ചേട്ടൻ. ഏത് ചാക്കപ്പൻ?
പുള്ളി ഇങ്ങനെ പ്ലാസ്റ്റിക് ഉരുകുന്ന പോലെ ഉരുകുക. അപ്പം എൻ്റെ അപ്പൻ്റെ ഏത് പിള്ളേർക്കും അറിയാം. പക്ഷേ എന്തോ പേര് പറയണം, മിന്നൽ ചാക്കപ്പൻ എന്ന് പറയണം. അല്ല ഇപ്പോൾ ജനിച്ച പിള്ളേർക്ക് അറിയാം. പുള്ളി ഇപ്പോഴും അവിടെ പ്രശസ്തനാ. അല്ല ഈ ഇരട്ടപ്പേര് ഇവിടെ ചത്താലും പോകത്തില്ലല്ലോ. അപ്പോൾ പറഞ്ഞു ഏത് ചാക്കപ്പൻ? ഈ പുള്ളി കിടന്ന് പരങ്ങുന്നുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടങ്ങ മാറിയൊക്കെ ഞാൻ പറയാം, നീ മിന്നൽ ചാക്കപ്പനെ കുറിച്ച് കേട്ടു? ആ പിന്നെ തൊട്ടപ്പുറത്ത് എൻ്റെ അപ്പനെ കുറിച്ച് ചെറിയ ബയോഡാറ്റ അവൻ തരിക. ഞാൻ പറഞ്ഞു എടാ അതിൻ്റെ മോനെ ഞാൻ ആന്നോ അത് പറയണ്ടേ പാപ്പ? ഈ പാപ്പ പിന്നെ നേരെ പറയാതെ. അപ്പൊ പുള്ളി പറയാ ഞാനെങ്ങനെ പറയുന്നത് എഴുതിക്കണേ. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നച്ച അങ്ങനെ പറഞ്ഞാലേ അറിയത്തുള്ളൂ. ഈ നാട്ടുകാരൊരു പേരിട്ടാൽ നീ ചത്താലും പോകുകയില്ല. അറിയാമോ, എൻ്റെ അപ്പൻ മരിച്ചിട്ടും വർഷം 30 ഇപ്പോഴും നാട്ടിൽ ചെല്ലുമ്പോൾ എന്നെ അറിയാൻ. പക്ഷേ അപ്പൻ്റെ പേര് ഇപ്പോഴും എന്തുവാ, പാസ്സായിട്ടാ മരിച്ചു. എന്നാ പാസ് ചാക്കപ്പൻ എന്ന് പറയണ്ടേ? അത് പറയില്ല. ആഞ്ഞിലിക്കുടി നിൽക്കുന്ന വീട്ടുകാർക്ക് നാട്ടുകാർ പേരിട്ടു ആഞ്ഞിലിക്കുടി അവരുടെ അച്ഛൻ. പെങ്കൊച്ചിൻ്റെ പ്രായമായപ്പം അത് വെട്ടി വിറ്റു. കുറ്റി അവിടെയുണ്ട്, നാട്ടുകാർ വിട്ടു. കുറ്റി ആഞ്ഞിലിക്കുടി അവരുടെ അച്ഛൻ. ഒരു JCB കൊണ്ട് ആ കുറ്റി അങ്ങോട്ട് പിടിതെറിഞ്ഞപ്പോൾ ഒരു വലിയ കുഴി രൂപപ്പെട്ടു. കുഴിയാഞ്ഞിലിക്കുടി അവരുടെ അച്ഛൻ. 2 ബംഗാളിയെ വിളിച്ച് ആ കുഴി അങ്ങോട്ട് മൂടിയപ്പോൾ നാട്ടുകാരുടെ കുഴി മൂടി ആഞ്ഞിലിക്കുടി. നീ കള്ളനാണെന്നും വ്യഭിചാരിയാണെന്നും കൊലപാതകനാണെന്നും മോശപ്പെട്ടവനാണെന്നും എട്ടത്തെ കവലയിലോ നാട്ടുകാരോ നിനക്കൊരു പേരിട്ടാൽ 40 സോപ്പ് 40 പ്രാവശ്യം തേച്ചു കുളിച്ചാലും മാറത്തില്ല മകനെ, മാറ്റാൻ ഒക്കത്തില്ല സഹോദര. പക്ഷെ ഇന്ന് രാത്രിയിൽ തൻ്റെ ഇടത്തോടും അവകാശത്തോടും ആത്മാഭിമാനത്തോടു കൂടിയും ഞങ്ങൾ പറയുന്നു, മനസ്സുണ്ടെങ്കിൽ വാ. കുരിശിന്റെ ചുവട്ടിൽ പേരുമാറ്റം നടക്കുന്നത് കണ്ടോളണം. ഞങ്ങൾ യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ വന്നപ്പോൾ യേശു ഞങ്ങൾക്കൊരു പേരിട്ടു. ആ പേര് പറയുമ്പം ഈ പുതുപ്പള്ളി മുഴുവൻ കേൾക്കത്തക്ക നിങ്ങൾ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കണം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് വാക്യം കൊണ്ട് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്ക്. ദൈവത്തിന്റെ മക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നെന്ന്. ബഹുമാനപ്പെട്ട BP തങ്കച്ചൻ സാറ് മരിച്ചുപോയി. ഞങ്ങളുടെ MLA ആയിരുന്നു. ജയിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം അഭിവാദ്യം ചെയ്യാൻ വരിക. അന്ന് സുകന്യ പിക്ചർ പാലസിൽ യോഗം നടക്കുക. ഞാനാ പ്രസംഗിക്കുന്നേ. ചെന്നൈയിലുള്ള മത്തായി സാർ അവിടെയുണ്ട്. അനൗൺസ്മെന്റ് തങ്കം പോലൊരു തങ്കച്ചൻ, അങ്ങനെ തന്നെയാ പുള്ളിയിരിക്കുന്നത്. കണ്ണിലുണ്ണി എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം ഈ മത്താച്ചൻ വന്ന് എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറയുക, പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ തെക്ക് വടക്ക് നടന്ന് നാടിനെ കൊള്ളാകുന്നവനായിട്ടൊന്നും നടക്കാതെ തലയും കുത്തി നടന്ന് ഈ പ്രിയപ്പെട്ടവരാണ്, എന്നെ അടക്കം ഞാൻ ജോലി വരുമ്പോൾ ഈ പ്രിയപ്പെട്ടവരാണ് നാടിൻ്റെ കണ്ണിലുണ്ണികൾ. അതിനപ്പുറത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടാനുണ്ടോ മക്കളെ? അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇത് ഞാനും മാറ്റം മരത്തിലെ തലയിൽ കൈവച്ച് 10 പ്രാവശ്യം ഭാര്യ പ്രാഗിയാളായിക്കോട്ടെ, നിനക്കൊക്കെ ഒരു പാമ്പ് പോലും കടിക്കുന്നില്ലോടാ എന്ന് അമ്മ പ്രാഗിയ മകനായിക്കോട്ടെ, ഇന്ന് രാത്രി മനസ്സുണ്ടെങ്കിൽ, ഇന്ന് രാത്രി തകരാൻ മനസ്സുണ്ടെങ്കിൽ, ഒരു മാറ്റത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിന്റെ അഡ്രസ് മാറ്റാൻ കഴിയുന്ന ഒരു കർത്താവ്, ഞങ്ങളുടെ അഡ്രസ് മാറ്റിയവൻ, ഞങ്ങൾക്കൊരു ജീവിതം തന്നവനെ വിളിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ കാൽവരിലെ കുരിശിൽ വെച്ച് കള്ളനെന്ന് വിളിക്കുന്നവന്റെ കയ്യെ പിടിച്ച സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോയെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ ജീവിതം കൊടുക്ക്. നിന്നെ ദൈവത്തിന്റെ മകനാക്കാൻ, മകളാക്കാൻ എന്റെ യേശുവിന് കഴിയുമെന്ന് മനസ്സിലാക്കി. 3-ാമത്തെ ചിന്തയിലേക്ക് വരാം. അവന്റെ വീട് മാറി. അതൊന്ന് വായിക്കാനായിട്ട് അതിന്റെ 18-ാമത്തെ വാക്യം വായിച്ച്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇവന് രോഗമൊക്കെ മാറി യേശു പോവുകയാണ് കേട്ടോ. ഇവിടുത്തെ യോഗം കഴിഞ്ഞ് യേശു പോവുക. അപ്പം ഇവൻ ചെന്ന് ചോദിച്ചു, കർത്താവേ ഞാൻ നിൻ്റെ കൂടെ പോരട്ടെ? അയ്യോ, അത് കണ്ട് എൻ്റെ ചങ്ക തകർന്നു പോയി സോളമൻ പാസ്. ഞാൻ നിൻ്റെ കൂടെ പോരട്ടെ എന്ന് ചോദിച്ചു. ഇപ്പം കർത്താവ് പറയും എൻ്റെ കൂടെ വരണ്ടാന്ന്. ഈ എന്നാ സ്വഭാവമാണ് യേശു? ചില നേരത്തെ എനിക്ക് യേശുവിൻ്റെ സ്വഭാവം തീരെ പിടിക്കുകയില്ല.
പിന്നീട് ചിന്തിക്കും മനസ്സിലാവും എൻ്റെ കൂലിക്കത്തരയ്ക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ശരിയെന്ന്. പിടിക്കാത്ത ഒരു കാര്യം പറയാം. എന്നോട് മറ്റേ വന്ന ചില പറയാണ്, ഞാൻ നിങ്ങളുടെ സഭയിലേക്ക് ചേരട്ടെ എന്ന് വെച്ചാൽ ഞാൻ ഇന്നോവ വാടകയ്ക്ക് എടുത്ത് ചാക്കിനകത്തിട്ട് കൊണ്ടുപോകും. ഇവൻ വന്നു വെച്ചാൽ ഞാൻ എന്നെ കൂടെ വരണ്ട, മര്യാദയ്ക്ക് വീട്ടിൽ പോകാൻ. ശരി, എന്നാൽ പിന്നെ എല്ലാവരോടും അങ്ങനെ പറയണ്ടേ? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. വേറൊരുത്തൻ വന്നിച്ച് പറഞ്ഞു, അടിപൊളി, സൂപ്പർ, ശരി, ഞാൻ നിൻ്റെ കൂടെ വരികയാണ്, ആയിക്കോട്ടെ. ഞാൻ വീട്ടിൽ പോയിട്ട് അപ്പനോടും അമ്മയോടും അനുവാദം ചോദിച്ചിട്ട് ഇപ്പോൾ വരാം. അപ്പോൾ യേശു പറയാം, വീട്ടിൽ പോകാൻ ഒക്കൂല എൻ്റെ കൂടെ വരാൻ. രണ്ടും കൂടെ പഠിച്ചു നോക്കിക്കേ. വീട്ടിൽ പോയേച്ചു വരാമെന്ന് പറഞ്ഞവനോട് യേശു പറഞ്ഞു, വീട്ടിൽ പോകാൻ ഒക്കില്ല. ഞാൻ വീട്ടിൽ പോണില്ല എന്ന് പറഞ്ഞവനോട് യേശു പറഞ്ഞു, മര്യാദയ്ക്ക് വീട്ടിൽ പോകൂ. ഇതെന്നാ സ്വഭാവമാണ്? സ്വഭാവത്തിന് കുഴപ്പമൊന്നുമില്ല, കറക്റ്റാണത്. വീട്ടിൽ പോയേച്ച് വരാമെന്ന് പറഞ്ഞവനെ വീട്ടിലോട്ട് വിട്ടാൽ പോയ വഴി പുല്ല് മുളയ്ക്കുകയില്ല. നമ്മളൊക്കെ ഡിസംബർ 31 തീരുമാനമൊക്കെ എടുക്കുന്ന കണ്ടിട്ടില്ലേ? അയ്യോ, ഭയങ്കര തീരുമാനമോ. ചില സഭയിലൊക്കെ ചെന്ന രസകരമായ തീരുമാനം. പണ്ടൊരു സഭ, ഇപ്പം അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. പണ്ടൊരു സഭ ചെന്നപ്പം അവർ പറഞ്ഞു, പുതിയ തീരുമാനമെടുക്കുന്നവർ ഒരു കാലം മുൻപോട്ട് വെച്ച്, ഞാൻ നോക്കിയപ്പോൾ ഒരു കാലം ഇങ്ങനെ പുതുവർഷത്തിൽ എന്തോ ചെയ്യുന്നു, മുന്നോട്ട് വെച്ചു. അന്ന് മുതലേ ഞാൻ ആലോചിക്കുക, മറ്റേ കാലം എവിടാന്ന്. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല മറ്റേ കാലം എവിടാന്ന്. അതുകൊണ്ട് കഴിഞ്ഞുപോയി. എന്നാൽ ഇനിയെങ്കിലും നിങ്ങൾ കാലെടുത്ത് വെക്കുകയാണെങ്കിൽ 2 കാലം കൂടെ ഒരൊറ്റ ചാട്ടം ചാടി വെക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ആ ഭാഗം വിടുന്നു. അപ്പം യേശു ഇവനെ വീട്ടിലൂടെ തീരുമാനം എടുക്കുകയില്ല. ഇവനെ എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ നീ വരണ്ട, വീട്ടിലോട്ട് പോകും എന്ന് പറഞ്ഞ കാര്യം എന്തെന്നറിയാമോ? 2-3 കാര്യങ്ങളുണ്ട്. ഒരു കാര്യം, 2 കാര്യം മാത്രം പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ട 2 കാര്യം. ഒരു കാര്യം, മനുഷ്യനെ എതിര് പറയുന്നവനാ. ആദാമിനോട് തിന്നരുതെന്ന് പറഞ്ഞപ്പോൾ തന്നെ തിന്നു. മനഃശാസ്ത്രം യേശുവിനറിയാം. ഇവനോട് വീട്ടിൽ പോകാൻ പറഞ്ഞ അവൻ പോവൂല എന്ന് യേശുവിനറിയാം. ഇവനെവിടാ പോകണമെന്നറിയാം? ദക്കപ്പൊലി. ദക്കപ്പൊലി നാട്ടിൽ പോയി ഘോഷിച്ചു തുടങ്ങിയെന്ന അവസാനത്തെ വാക്യം, 20ാമത്തെ വാക്യം. ആ അധ്യായം ആരംഭിക്കുന്നത് യേശു നിലവിളി കേട്ടുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നതാണ്. തീരുന്നത് ഘോഷസ്വരത്തോടു കൂടെ. എങ്ങനെയെങ്കിലും വാ, പക്ഷെ യോഗം തരുമ്പോഴേക്കും നിങ്ങൾക്ക് സന്തോഷമായിട്ട് പോകാൻ കഴിയണം. എന്നെ ചിന്തിപ്പിച്ച കാര്യം പറയാം. ദക്കപ്പൊലിയിലാണ് ഇവൻ്റെ അപ്പോയിൻമെൻറ്റ്. അയ്യോ, ഏതോ ആ ദക്കപ്പൊലി എന്നറിയാമോ? റിട്ടയേർഡ് പട്ടാളക്കാരുടെ നാടാണ് ദക്കപ്പൊലി. ഈ പട്ടാളക്കാരും പോലീസുകാർ റിട്ടയർഡ് ആയാലും അവർ ആ ശൗര്യഭാവത്തിന് വലിയ കുറവൊന്നുമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ പട്ടാളക്കാർ റിട്ടയർഡായി, അവർ പറയാം പച്ചക്കറി കട തുടങ്ങട്ടെ. അവർക്ക് വേണ്ട, അവർക്കൊന്നും പറ്റിയില്ല. അവർക്ക് പിന്നെ ഏതാ പറ്റുന്നത്? അവർക്ക് പിന്നെ ചമ്മണ്ണൂർ ജോയി ആലുക്കാസിൽ പിന്നെ സെക്യൂരിറ്റി, അത് പറ്റും. എന്നാ കാര്യം? പിന്നെ തോക്കൊക്കെ പിടിച്ച് പിടിച്ചു അവർ ആ ഗൗരവം വിടുകയില്ല. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു പണി അവർക്ക് പറ്റത്തുള്ളൂ. അപ്പം ഈ ദക്കപ്പൊലി എന്ന് പറയുന്നത് അവിടെ മൊത്തം ഇവരാ, റിട്ടയർഡ് പോലീസും പട്ടാളക്കാരുമാണ്. അവിടെയാണ് ഇവനെ യേശു അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ദൈവമേ, സോളമൻ ബാസിയോ ജോയി മാറക്കില്ലയോ തഞ്ചാവൂരിനെയൊക്കെ അപ്പോയിൻമെന്റ് ചെയ്താൽ പണി പാളി. ഞങ്ങൾ എന്തോ പാട്ടൊക്കെ പാടുമ്പം പട്ടാളക്കാരെ വെച്ച് പറയും, അരേ തഞ്ചാവൂരില്ലേ, നീ എന്നാ തഞ്ചാവൂരിനോട് നിർത്തി പോടാവണ്. അവർക്കൊരു വീര്യം ഉണ്ടല്ലോ. ചില നാട്ടിലൊക്കെ ചിലർക്ക് നിങ്ങൾ പരസ്യം നടത്തുമ്പോൾ ഇവിടെ വേണ്ട, ഇയാൾ ജില്ലാ കളക്ടറെ പോലെയാ. അവർക്കൊരു ധൈര്യമുണ്ട്, ഞങ്ങളൊന്നും തിരിച്ച് ചെയ്യത്തില്ല. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഉറപ്പ് പാലിക്കാൻ വേണ്ടി ഞങ്ങളൊന്നും ചെയ്യാറുമില്ല. നാട്ടുകാർക്കൊരു വിശ്വാസം ഉണ്ടല്ലോ നമ്മളെ, അതവർ പാലി നടക്കട്ടെ. അപ്പം ആര് യോഗം നടത്തിയാലും പോലീസുകാരും പട്ടാളം ഒക്കെ മടക്കിയിട്ട് വേണ്ട, ഓ വിടാ 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 വിടാ. പണ്ട് ഞാൻ മണ്ണൂർ യോഗം നടത്തിയതുപോലെ അല്ലെ, ഞാൻ പറഞ്ഞു എന്താ അവിടെ പറയും, സുവിശേഷ യോഗം വേണ്ട, കെട്ടി എടുത്തുള്ളൂ. യൂണിയൻകാരനാ, ആ തലക്കെട്ട് കണ്ട പുള്ളി ഏതാണ്ട് പേര് ഭയങ്കര എടുത്തുള്ളൂ. ഞാൻ പറഞ്ഞു ചേട്ടാ വേണ്ട എടുത്തുള്ളൂ. ചേട്ടാ ഒരു പാട്ട് യഹൂദിയായില്ലേ പാടാമോ? അതേ ഞങ്ങൾ പാടത്തുള്ളൂ. എന്നാ അത് പാടാ. അപ്പോൾ ഞങ്ങൾ യഹൂദിയായില്ലേ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പാട്ടും കൂടെ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു പാടാമോ?
അതേ പാടുന്നുള്ളൂ, അത് പാട്. മൂന്നാമത്തെ പാട്ട് എൻ്റെ പുള്ളി പറഞ്ഞു, കാലിത്തൊഴുത്തിൽ പിറന്നവനെ പാടാമോ? പുള്ളിക്ക് അത് മതി. ഞാൻ പറഞ്ഞു ശരിയാക്കട്ടെ, ഒന്ന് പറഞ്ഞോട്ടെ. പറ, പാട്ടിന്റെ ഇൻട്രൊഡക്ഷൻ പറ. ഞാൻ വെറുതെ പറഞ്ഞു, ചോരയെങ്കിൽ ചോര കൊടുത്ത വിപ്ലവത്തെ പാലൂട്ടി വളർത്തുവാൻ എണാങ്കടത്തിൻ്റെ വീതിയിൽ ഇറങ്ങിയ ചെമ്പടയുടെ സമർത്ഥന്മാരായ സാരഥികളെ, നിങ്ങൾക്ക് ഞങ്ങളുടെ അഭിവാദനങ്ങൾ എന്ന് പറയും. പുള്ളിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. പുള്ളി ഇടതുപക്ഷത്തിൻ്റെ ആളാണ്. ആ തലക്കെട്ടങ്ങ് അഴിച്ചു പുള്ളി. ഞാൻ പറഞ്ഞു, മതമേലാളന്മാരും നാടുവാഴികളും സ്വേച്ഛാനുസ ഉപയോഗിച്ച ശേഷം വ്യഭിചാരി എഴുതിത്തള്ളി മതത്തിൻ്റെ ശാസനാസനം കല്ലെറിഞ്ഞു കൊല്ലുവാൻ വിധിച്ചു തള്ളിയ മക്തലന മറിയക്കടക്കമുള്ളവർക്ക് സ്വർഗരാജ്യത്തിൻ്റെ കമനീയമായ കവാടം തുറന്നു കൊടുത്ത ഏകശിശുര വിപ്ലവത്തിൻ്റെ വിജയകീഷമായ ആചാര്യനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു. പുള്ളി മടിക്കുത്തഴിച്ച പോസ്റ്റയിൽ ഇരുന്നു. ഞാനങ്ങോട്ട് കത്തി കയറുകയാണ്. അപ്പത്തിനും അക്ഷരത്തിനും ആപതില്ലാതെ ആയിരങ്ങൾ അർത്ഥത്തിനും അവശരമായി അതപ്പതിച്ച ലോകത്തിൽ അങ്ങനെയുള്ള ജ്വാല പോലെ ആത്മീയതയിലേക്ക് ആനയിക്കുവാൻ അഭിഷേകം ചെയ്യപ്പെട്ട അഖിലാണ്ട കോടി ബ്രഹ്മ കൃഷ്ണൻകുട്ടി സാറിന്റെ പ്രസംഗമാണ് കേട്ടോ. അടിച്ചങ്ങോട്ട് മിന്നിക്കുകയാണ് ഞാൻ. പുള്ളി ഇങ്ങനെ നോക്കി 5-6 പേരൊക്കെ ഇടതുപക്ഷം ഒക്കെ വന്നിരിക്കുക. അപ്പോൾ അവരങ്ങനെ ഉഷാറായിട്ടിരിക്കുന്നത് ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ ചത്തചിന്തകളും ചടങ്ങുകളും ആ ചമ്രം പഠിച്ചിരുന്ന ചന്തത്തിലെന്ന മന്ത്രങ്ങളും ചമയങ്ങളിട്ട കർമ്മങ്ങൾ ആചരിച്ച് യാഗചിട്ടം ഭുജിച്ച് ഭോഗാചാരം അനുഭവിച്ച പുരോഹിതന്മാരെയും അവരെ വെച്ച് പ്രേരിപ്പിക്കുന്ന ചൂഷണം ഉള്ളിലും പൊളിച്ച് മനുഷ്യനെ രംഗത്തേക്ക് കൊണ്ടുവന്ന എന്നൊക്കെ പറഞ്ഞ് അടിച്ച് മണ്ണിൽ പണിയെടുത്ത തൊഴിലാളി വർഗമേ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുക. 15 മിനിറ്റ് കൊണ്ട് എൻ്റെ കാണാപ്പാടം മുഴുവൻ തീർന്നു. അവന്മാർ 5-2 നോട്ടുമാല ഉണ്ടാക്കി എൻ്റെ കഴുത്തേ കൊണ്ടുവന്നിട്ട് ഒരു സോഡ കുടിക്കാൻ. ഞാനൊരു അഭിമാനബോധത്തോടെ ആ സോഡയും കുടിച്ച് നിൽക്കും. ഈ പിള്ളേരാണ് അടിച്ച് തകർത്തുട്ടാ. ഇപ്പോഴാണ് ഇവിടെ ഒത്തിരി വെന്തിക്കോസാരി യോഗം നടത്തിയിട്ടുണ്ടെങ്കിലും മോനെ നീ പ്രസംഗിച്ചപ്പോഴാണ് യേശുവാരാണെന്ന് മനസ്സിലായത്. അപ്പം ഞാൻ ഒന്നുകൂടെ ചാർജായി. ഞാൻ പറഞ്ഞു, എന്ത് മനസ്സിലായി? യേശു കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ സാഹിത്യം കേട്ട് പുള്ളിക്ക് ആകെ മനസ്സിലായത് യേശു ആരാണെന്നാ. എന്തെങ്കിലും ആകട്ടെ, അത്രയെങ്കിലും പിടികിട്ടി. അന്ന് നിർത്തിയതാ ഞാൻ ഈ സാഹിത്യം. അത് പറയാനാ. മനുഷ്യർക്ക് മനസ്സിലാകുന്ന പോലെ പറഞ്ഞാൽ പോരെ. അതാ ഈ സാഹിത്യം വിടാൻ കാര്യം. ഇപ്പോഴും മനസ്സിലാകാത്ത കുറേയൊക്കെ കയ്യിലിരിപ്പുണ്ട്. അതുപോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവനെ അവിടെ ആര് സുവിശേഷ വില ചെയ്താലും ഇവർ പറഞ്ഞു ഓടിക്കും. എടുത്തോണ്ട് പോടാന്നൊക്കെ പറഞ്ഞു കളയും. നിങ്ങൾ ചിന്തിക്കച്ച ഈ ഭ്രാന്തൻ ആര്? ഈ ഭൂതഗ്രസ്തൻ. അവൻ തെക്കപ്പൊലി വെട്ടത്തെ കവല വന്നിട്ട് തെക്കപ്പൊലി വെട്ടത്തെ കവല എന്ന് വിചാരിച്ചു. അവൻ പറയാണ്, യേശു ക്രിസ്തു പാപികളെ രോഗികളെ ഭ്രാന്തന്മാരെ. അപ്പം ചായക്കിടുന്ന ഒരു പോലീസുകാരൻ ആരാ? ഏതാ? ഞാഞ്ഞൂല്. അത് നിർത്തി വിടാൻ പറ. സ്ഥലം വിടാം സൂചിടൊന്നും വേണ്ട. അപ്പം ചായക്കടക്കാരൻ പറഞ്ഞു, സാധാരണക്കാരുടെ കളിക്കുന്നവരുടെ അവിടെ കളിക്കാൻ വേണ്ട. അത് വട്ടനാണ്. ഭ്രാന്തായിരുന്നു. 6000 ഭൂതം മുഴുവൻ മാറിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണേ ചെന്ന് ഏറ്റു. പുള്ളി പറഞ്ഞു, എന്നാൽ അവനെന്തെങ്കിലും കാണിച്ചിട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾക്കൊല്ലം മനസ്സിലായോ? ഓരോ ദേശത്ത് ആരെ അപ്പോയിൻമെന്റ് ചെയ്യണമെന്ന് തമ്പുരാൻ അറിയാമെന്ന്. ഒരു വേലക്കാരും പറയരുത് ഇത് വല്ലാത്ത പ്രദേശമാകെ, അതൊന്നും നീ അവിടെ പറ്റത്തുള്ളന്നേ. ഇനി അവനെ അപ്പോയിന്റ് യേശുവിനെ കാണാൻ പോകുന്ന ഭാഗം കാണണോ നിങ്ങൾക്ക്? അയ്യോ, ആ 7-ാം അധ്യായത്തിൽ ഒരു വേദഭാഗമുണ്ട്. അവിടെ അവൻ സോറിന്റെ അതിർ വിട്ടു സീദോന്യ വഴിയായി. എനിക്ക് ഇഷ്ടപ്പെട്ട വേദഭാഗമാണ്, ഒന്ന് വായിച്ചു വിടാം. ഇതാ 7-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അവൻ വീണ്ടും സോറിന്റെ അതിരുവിട്ട് സീദോൻ വഴിയായി ദെക്കപ്പൊലി ദേശത്തിന്റെ നടുവിൽ കൂടി ഗലീല കടൽപ്പുറത്ത് വന്നു. അങ്ങനെ ഒരു വാക്യം എഴുതേണ്ട കാര്യമുണ്ടോ? സോറിന്റെ അതിര് വിട്ടു, അതൊക്കെ മനസ്സിലായി. സീദോന്യ വഴിയായി ദെക്കപ്പൊലി ദേശത്തിന്റെ നടുവിലൂടെ പോയി കടപ്പുറത്ത് വന്നു. അവിടെ ഞാൻ അങ്കമാലിയിൽ നിന്ന് കൂത്താട്ടുള്ള ഉഴവൂര് വഴി മരങ്ങാട്ടുപള്ളി വഴി മണർകാട് ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യമാണ്. ഞാൻ അങ്കമാലിയോട് ഒന്ന് പറഞ്ഞാൽ പോരെ. പിന്നെ എന്നതായി മരങ്ങാട്ടുപള്ളി വന്നൊക്കെ പറഞ്ഞ കാര്യം പറയാമോ? അവിടെ ഒരാളെ കാണാനുണ്ടായിരുന്നേ. ഈ സോറിൽ ആരും കാണാനില്ല, അതുകൊണ്ടാണ് അതിന് വിട്ടു. സീദോന്യ വഴി അവിടെ ആരും കാണാനില്ലെന്നേ. ദെക്കപ്പൊലിയുടെ അതിരിലൂടെ അല്ല പോയത്, ചുമ്മാല്ല നടുവിലൂടെ. അവിടെ ഒരുവനെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ടെന്നേ. നിന്നെ വേലയ്ക്ക് വിളിച്ചവനെങ്കിൽ
നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തവനുണ്ടെങ്കിൽ, ഒരു നേതാവും സമയത്ത് വന്നില്ലെങ്കിലും അപ്പോയിന്റ്മെന്റ് ചെയ്തവൻ മരിച്ച ലാസറുടെ വീട്ടിൽ പോയില്ലെങ്കിലും നിന്നെ കാണാൻ വരുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണെന്ന്. ഇനി എന്റെ മറ്റൊരർത്ഥം പറയാം. നീ വീട്ടിലോട്ട് പോ. എന്താ കാര്യം അറിയാമോ? ഏത് രോഗം വന്നാലും നമ്മൾ വീട്ടിലോട്ടാ പോകുന്നത്, അറിയാമോ? രോഗം നമുക്കിപ്പോൾ വെട്ടത്തൊക്കെ വലയിൽ നിൽക്കുമ്പോൾ വൈറൽ ഡിസോർഡർ, യാത്ര ക്യാൻസൽ, വീട്ടിലോട്ട് പോരും. തലകറക്കം, യാത്ര ഒഴിവാക്കി വീട്ടിലോട്ടാ പോരുന്നത്. ആശുപത്രി കിടന്നാലും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്നാ സന്തോഷമാണ്. എങ്ങോട്ടാ പോകുന്നേ? വീട്ടിലോട്ടാ പോകുന്നേ. മാനസിക രോഗം അങ്ങനല്ല, വീട്ടിൽ നിന്ന് പുറത്തോട്ടാ പോകുന്നത്, അറിയാമോ? മാനസിക രോഗം വന്നാൽ ആദ്യം ഇറയത്ത് വന്നിരിക്കും, പിന്നെ മുറ്റത്തിറങ്ങിയിരിക്കും, പിന്നെ കയ്യാലപ്പുറത്ത് പുല്ല് പറിച്ചുകൊണ്ടിരിക്കും, പിന്നെ കവലയിൽ പോയി ഉപ്പും ചാക്കൻ്റെ പുറത്തിരിക്കും. നാട്ടുകാർ മോൻ അവിടെ വിടുന്നു, അവനെ പിടിച്ചുകൊണ്ട് അവൻ പിന്നെയും പോകും. അവസാനം നമ്മൾ തോർത്തുകൊണ്ട് കയ്യും കാലും കെട്ടിയിടും. ഒടുവിലവൻ നാട് വിട്ട് നാട്ടിൽ കയറാതെ ശവക്കോട്ടെ കിടക്കും. ഇതാണ് മാനസിക രോഗത്തിൻ്റെ പ്രശ്നം. ഇതിൻ്റെ പ്രശ്നം ആരാന്നറിയാമോ? ഇവൻ്റെ വീട്ടിൽ കിടന്നാൽ 6000 ഭൂതങ്ങൾ പെരുവഴിയിലാവും. ഇവനെ വീട്ടിൽ നിന്ന് ഇറക്കിയാൽ 6000 എണ്ണത്തിന് കോളനി വീടാവും. അപ്പം ഇവനെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ആരാന്നറിയാമോ? വായിക്ക് യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 17 മുതലങ്ങ് വായിച്ചേ. പോകരുത്. പിശാചിൻ്റെ ബന്ധനം തകർക്കുന്ന വചനമായി വായിക്കുന്നത് ശ്രദ്ധിച്ചോളണം. ഇന്ന് രാത്രി നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ പോവാ. വായിച്ചോ. ലൂസിഫറിനെ കുറിച്ച് 14-17 വായിക്ക്. രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ? ലൂസിഫറിനെ കുറിച്ചാ. ഇവൻ രാജ്യങ്ങളെ പിടിച്ചടക്കും, പട്ടണങ്ങളെ മറിച്ചുകളയും. സൊദോം ഗൊമോറ. തൻ്റെ ബദ്ധന്മാരെ എങ്ങോട്ട് വിടത്തില്ല, വീട്ടിലേക്ക് അഴിച്ച് വിടാതിരിക്കുകയും ചെയ്തവൻ ലൂസിഫർ ആണെന്ന്. അപ്പൊ ഇവനെ എവിടേക്ക് അവൻ വിടത്തില്ല? വീട്ടിലോട്ട് വിടത്തില്ല. കൽപ്പണിക്കാൻ 1000 രൂപ കിട്ടി. അത് കണ്ടപ്പോഴേ പിശാചു, നീയും ചെല്ലത്തില്ല വീട്ടിൽ, നിന്റെ കാശും ചെല്ലത്തില്ല. അതാവും വഴി കിടക്കുന്നേ. സുവിശേഷം അനേകരെ സ്വർഗീയ വീട്ടിൽ എത്തിക്കാൻ പര്യാപ്തമാണ്, പക്ഷെ എത്തിക്കുകയില്ല. എന്നാ കാര്യത്തറിയാമോ? നിങ്ങൾ ചായക്കട ചെന്ന് നോക്ക്. 4-ാം ക്ലാസ്സിൽ പഠിച്ച അവറാശൻ ചേട്ടനും 2-ാം ക്ലാസ്സിൽ പഠിച്ച മത്തായി ചേട്ടനും സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടോ? 140 നിയമസഭാ മണ്ഡലത്തിന്റെ പേരും പറയും. 1-ാം ലോക മഹായുദ്ധം പറയും, 2-ാം ലോക മഹായുദ്ധം പറയും, സ്കഡ് മിസൈൽ, പേട്രിയറ്റ്, പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ, ശശി തരൂര്, BJP, എന്ത് വേണേലും അവർ പറയും. കോൺഗ്രസ്, UD എന്തും പറയും. എന്നാ വിവരമാണെന്നറിയാമോ? 2 ലിറ്റർ പാല് ചായക്കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന കാശിന്റെ പകുതി അവിടെ ചായ കുടിച്ച് അങ്ങോട്ടും കൊടുക്കും. 4 പത്രവും വായിക്കും. എന്നാ വിവരമാണെന്നറിയാമോ? ഞാൻ ചോദിക്കും, നമ്മുടെ ആർക്കാ അക്ഷര തിരുമുറ്റമല്ലയോ കോട്ടയം? എന്റെ ചോദ്യം, അച്ഛാ, ഈ 2-ാം ക്ലാസ് പഠിച്ച നിങ്ങൾക്ക് ഇത്രയും വലിയ രാഷ്ട്രീയ വിവരമുണ്ടല്ലോ, സാമൂഹിക സാംസ്കാരിക പരിജ്ഞാനമുണ്ടല്ലോ, ഞങ്ങൾ പറയുന്ന സുവിശേഷം മാത്രം എന്താ അകത്തോട്ട് കയറാത്തത്? ഉത്തരം, അതുമാത്രം കേറ്റത്തില്ല എന്ന് വെല്ലുവിളിക്കുന്നൊരു ശക്തിയുണ്ട്. വാക്യം കേൾക്കണോ? തേജസ്സുള്ള സുവിശേഷത്തിന്റെ മർമ്മം ശോഭിക്കാതിരിക്കേണ്ടതിന് നിന്റെ തലയ്ക്ക് ചുറ്റും ഈ ലോകത്തിന്റെ ശക്തിയുടെ, ദൈവത്തിന്റെ വ്യാപാര ശക്തി താളം കെട്ടി നിൽക്കുകയാണെന്ന്. ഇന്ന് രാത്രി കെട്ടുപൊട്ടേണ്ടത് പന്തലിനകത്തല്ല, 10 കിലോമീറ്റർ സറൗണ്ടിൽ പിശാച് അവകാശം പറയുന്ന ദേശാധിപത ബന്ധനങ്ങൾ തകർത്ത് കാലങ്ങളായി ദൈവത്തിന്റെ വചനം കർണപുടത്തിലെത്തിയിട്ടും ഇതുവരെ ഹൃദയത്തിന് പ്രകാശിക്കാതെ വണ്ണം നിന്നെ അടച്ചു വെച്ചിരിക്കുന്ന, നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ലൂസിഫറിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടിക്കാൻ നിയോഗമുണ്ട് ഞങ്ങൾക്ക്. ഇനി എങ്ങനെയാ പൊട്ടിക്കുന്നത് പറയാം, എന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവാ. നിർത്തുക. യേശു പറയുകയാണ്, നീ നിന്റെ വീട്ടിലേക്ക് പോ. എന്താ പറയാൻ കാര്യം? ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോഴേ പിശാച് പറഞ്ഞു, വെറുതെ പോകണ്ട, അവനെ ഞാൻ അവൻ്റെ വീട്ടിൽ കയറ്റത്തില്ല. നീ പോടാ അവിടെ നിന്ന്. നിന്നെ ഞാൻ വീട്ടിൽ കയറ്റാൻ തീരുമാനിച്ചതാ.
എപ്പോഴാണെന്നറിയാമോ? മർക്കോസ് 5:8 വായിക്ക്. 2 വാക്യം കൂടെ വായിച്ചത് കഴിഞ്ഞ് പിന്നെ അടയ്ക്കാം. മർക്കോസ് 5:8. അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. ഒന്ന് പഠിച്ചോളേ, നിർത്തുക. അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പോക എന്ന് യേശു പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. കൽപ്പിച്ചു എന്നാണോ മോളെ? അല്ല, കൽപ്പിച്ചിരുന്നു. കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അന്നേരം കൽപ്പിച്ചെന്ന. കൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ കൽപ്പിച്ചെന്ന. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെ വായിച്ചു നോക്കിയോ? കൽപ്പിച്ചിട്ടില്ല. അപ്പൊ എപ്പോഴാ കൽപ്പിച്ചത്? 4:39 വായിക്ക്. എപ്പോഴാ കൽപ്പിച്ചത് നോക്കണമല്ലോ. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. അത് പറയാം നിർത്ത്. ഇനി ബൈബിൾ അടച്ചോ, സമാധാനമാവട്ടെ. പടകിനകത്ത് കയറി ഇങ്ങോട്ട് പോരുമ്പോ തന്നെ യേശുവിന് ക്ഷീണം. ഗദരദേശത്തെ ഭൂതം ഇങ്ങനെ നോക്കി, ഒരു മണം വരുന്നുണ്ടല്ലോ. പകർന്ന തൈലം പോലെയുള്ള യേശുവിൻ്റെ ശരീരത്തിൽ തെന്നിക്കാറ്റും വടതിക്കാറ്റും അടിച്ചപ്പോൾ യേശു ചെല്ലും മുൻപ് ആ സുഗന്ധം അക്കരയെത്തി. ദുർഗന്ധം വമിച്ചു കിടക്കുന്ന ഗദരദേശത്തു നിന്നും സുഗന്ധത്തിൻ്റെ നിലാവിളിച്ചം പരന്നപ്പോൾ 6000 ഭൂതങ്ങൾ തലപൊക്കി നോക്കി, ഇങ്ങോട്ടാരാ വരുന്നേ? നോക്കിയപ്പം യേശു ക്രിസ്തു വരുന്നു. അവന് മനസ്സിലായി, ഇവൻ ഇവിടെ കാലുകുത്തിയാൽ ഞങ്ങൾ മൂക്കും കുത്തി കടലിലേക്ക് പോകണം. ഇവനെ വിട്ടുകൊടുക്കേണ്ടി വരും. എന്താ മാർഗം? ശിഷ്യന്മാരെ നോക്കിയപ്പം വർത്തമാനം പറഞ്ഞിരിക്കുന്നു. യേശു കണ്ണും പിടിച്ചിരിക്കുന്നു. നോക്കിയിരിക്കുമ്പം യേശു ഉറങ്ങി. കാരണം യേശുവിനോട് വർത്തമാനം പറയാൻ ശിഷ്യന്മാർക്ക് സമയമില്ല. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ദൂത് പറയാം. യേശു കൂടെ ഉണ്ടായിട്ടും യേശു അമരത്തിരുന്നിട്ടും ഇന്ന് കമ്മറ്റി കൂടാൻ സമയമുണ്ട്. അതും ഇതും പറയാൻ നേരമുണ്ട്. പലതിനും നേരമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ യേശുവിനോട് വർത്താനം പറയാത്ത നിങ്ങളൊക്കെ ആരാ കമ്മറ്റി കയറ്റി വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് യേശുവിനോട് വർത്താനം പറയാൻ പഠിക്കാദ്യം. ഇല്ലെങ്കിൽ നിന്റെയൊക്കെ പടകാടും. യേശു ഉറങ്ങിയതക്കം നോക്കി. യേശു ഉണർന്നാൽ കാറ്റടിച്ചാൽ 12 പേരെയും മുക്കാമെങ്കിലും യേശു പൊക്കിയെടുക്കും. യേശുവിനെ ഉറക്കിയാൽ ഈസിയാണ്. യേശു അടക്കം 12നെയും മുക്കാം. കരുത്തുറ്റ പങ്കായത്തെ മറികടക്കുന്ന ഈശാനമുരൻ ആഞ്ഞടിച്ചപ്പം പടകാടി. കരുത്തുറ്റ പങ്കായങ്ങൾ താഴെ വെച്ചിട്ട് അവർ വിളിച്ചു, യേശുവേ, നശിച്ചു പോകും നിനക്ക് വിചാരമില്ലയോ? തിരമാലകൾക്ക് ഉണർത്തുവാൻ കഴിയാത്ത യേശു ആവശ്യബോധത്തിന് മുൻപാകെ അലറിക്കറി ശിഷ്യന്മാരുടെ മുമ്പിൽ അവൻ ചാടി എഴുന്നേറ്റു. ഇന്ന് രാത്രിയിൽ ആവശ്യബോധത്തോടെ ഒറ്റ വിളിക്ക്. രക്ഷിപ്പാൻ കഴിയുന്ന യേശുവിനെ, നിന്റെ കുടുംബത്തെ വിടുവിക്കുവാൻ കഴിയുന്ന യേശുവിനെ നിനക്ക് മനസ്സോടെ വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ ആട്ടം, നിന്റെ തലമുറയുടെ ആട്ടം ഇന്ന് രാത്രി യേശു അവസാനിപ്പിക്കുമെന്ന് എഴുന്നേറ്റും. കടലിനോട്, എന്നതാണ് ഈ ബഹളം? ഞാൻ ആ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് ആ ഭൂതഗ്രസ്തനെ വിടുവിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവല്ലേ? ഒരു ക്ഷീണം കൊണ്ട് പടകിലൊന്ന് ചാഞ്ഞപ്പം അമ്മത്തൊട്ടിൽ ആട്ടുന്ന പോലെ പതുക്കാട്ടിയ പോലെ ഇങ്ങനെ ഇളക്കുന്നതിനാണ്. അനങ്ങാതിരിക്കെ. എന്നാ സുന്ദരം. കടലിങ്ങനെ ശാന്തമായിച്ചു പറഞ്ഞു, സോറി, ഞങ്ങളല്ല കുഴപ്പം. പിന്നെ ആരാ കുഴപ്പം? അടിയിളകുമാർ അലകൾ ഇളക്കിക്കൊണ്ട് ആഞ്ഞടിക്കുന്ന പ്രചണ്ഡവാതകത്തെ കണ്ടപ്പോൾ ഞങ്ങളല്ല, ഈശാനമുല അടി ഇളക്കുകയാണ്. ആരിളക്കുന്നു? കാറ്റ്. ഏത് കാറ്റ്? വേദപുസ്തകത്തിന്റെ അകത്തുണ്ട് കാറ്റ് പിടിച്ച് ദൂതന്മാരാണെന്ന്. എന്റെ പെർമിഷൻ കൂടാതെ എന്റെ ഉറക്കത്തെ ഭംഗം വരുത്താൻ ഏത് കാറ്റ്? അവൻ അഗ്നിജ്വാലക്കൊത്ത കണ്ണു തുറന്ന് കാറ്റിന്റെ പിന്നിലുള്ള ശക്തി ആരാ നോക്കിയപ്പം 6000 ഭൂതങ്ങൾ നിരന്നു നിൽക്കുന്നു. അടുത്ത വാക്ക് കാറ്റിനെ ശാസിച്ചു. കണ്ടോ? കടലിനോട് അനങ്ങാതിരിക്കാൻ തനി ഭാഷയിലാ പറഞ്ഞത്. കാറ്റിന് നമ്മൾ എപ്പോഴാ ശാസിക്കുന്നത്? പൈശാചത്തിന് മുമ്പിലല്ലേ? അതിനെ ശാസിച്ചെന്ന് അർത്ഥം മനസ്സിലായോ? കടലിൽ യേശു ശാസിച്ച സെക്കൻഡിൽ കരയിൽ കെട്ടുമുട്ടി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യേശു കരയിലേക്ക് ചെന്ന് കാലെടുത്ത് വെക്കുമ്പം
കെട്ടുപൊട്ടിയവൻ ഗതികെട്ടുവന്ന് മുട്ടുകുത്തുന്ന കണ്ടോളണം. സമയത്തിന് മുൻപേ ഞങ്ങളെ പറഞ്ഞയക്കരുത്. നിന്നെ മുക്കാൻ ഞങ്ങൾ വന്നതാ, നീ ഞങ്ങളെ മുക്കുമെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളെ പറഞ്ഞു വിടരുത്. ദൂത് പിടികിട്ടിയോ? ദൂത് പിടികിട്ടിയോ? 39-ാമത്തെ വാക്യത്തിൽ നിന്റെ വീട്ടിലോട്ട് കയറ്റത്തില്ലെന്ന് പറഞ്ഞ് 12 വർഷത്തെ ബന്ധനം ഞാൻ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. നീ എന്റെ കൂടെ വരണ്ട, വീട്ടിലോട്ട് കയറ്. ആരാ തടയുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റേ. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടായതാ ശ്രീ യേശുനാം. അതിനകത്ത് വരുന്ന ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കുന്ന നാമം. ഞാനല്ല പ്രാർത്ഥിക്കുന്നത്, നിങ്ങളാ പ്രാർത്ഥിക്കുന്നത്. വർഷങ്ങളായി നടന്നു വരുന്ന കല്ലുമല ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയോട് പറയുക, ഈ രാത്രി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജനാദ്യം പറഞ്ഞ പോലെ ദേശം അടക്കി ഭരിക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ ഈ രാത്രി ഈ പന്തലിനകത്ത് കരമടിക്കുമ്പോൾ അവിടുത്തെ കെട്ടുപൊട്ടുവാനിടയായി തീരണം. യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിച്ചോ. എൻ്റെ ദാസന് സുഖമില്ല, നീ പോയിക്കോളാൻ പറഞ്ഞു. അവൻ പോവുകയാ. അവന്റെ ദാസൻ വന്നു പറഞ്ഞു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. യേശു എപ്പോ സംഭവിച്ചു? ഇന്നലെ 7 മണിക്ക് യേശു പറഞ്ഞു നിന്റെ മകൻ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞ സെക്കൻഡിൽ തന്നെ അവന്റെ മകന്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിച്ചെന്ന്. ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഇന്ന് രാത്രി പന്തൽ വിടുന്നതിന് മുൻപ് 10 കിലോമീറ്റർ സറൗണ്ടിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ 2 കരവും ചേർത്തടിച്ച് ആത്മീക യൂണിറ്റിയോടുകൂടെ ഏത് സഭയും യോഗം നടത്തട്ടെ, ആരും പ്രസംഗിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഭൂതബാധിതർക്കും രോഗബാധിതന്മാർക്കും എല്ലാ നാമത്തിലും മേലായ നാമമാണ് യേശുവിന്റെ നാമമെങ്കിൽ അതിലെ കെട്ടുകൾ പൊട്ടിക്കട്ടെ ഇന്ന് രാത്രി.